ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. നമ്മൾ ഇന്ന് രാവിലെ നല്ലൊരു പ്രഭാതത്തിലേക്ക് വന്നേക്കുവാണ്. നമുക്ക് ഇന്ന് ഒത്തിരി സംസാരിക്കാനുണ്ട്. ഇന്നലെ രാത്രി എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതിനെക്കുറിച്ച് ഞങ്ങൾ കുറച്ച് സംസാരിച്ചിരുന്നു കേട്ടോ. വിവാഹം കഴിഞ്ഞ ഒരു ലേഡിയുടെ കുറച്ച് കാര്യങ്ങൾ അത് ഞാനിവിടെ പറയുന്നില്ല, കാരണം പറയാൻ പറ്റിയ സിറ്റുവേഷൻസിലല്ല. അപ്പൊ ഓക്കെ, അപ്പൊ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. ഇങ്ങനെ മൈഗ്രെയിൻ തലവേദനയൊന്നും ഇല്ലെങ്കിൽ ഞാൻ എന്തൊക്കെ സംഭവിച്ചാലും വൈകുന്നേരം കിച്ചൺ നല്ല വൃത്തിയായിട്ട് പാത്രമൊക്കെ കഴുകി അടിച്ച് വൃത്തിയാക്കി തുടച്ച് ടേബിൾ ഒന്ന് തുടച്ചിടും കേട്ടോ. അപ്പൊ പിറ്റേ ദിവസം രാവിലെ നമുക്ക് വരുമ്പോൾ തന്നെ എന്ത് സമാധാനമാണെന്നറിയോ. ഇന്ന് നമ്മൾ മില്ലറ്റ് ദോശയ്ക്കാണ് കലക്കി വെച്ചേക്കുന്നത്. അടിയിൽ ഇങ്ങനെ പാത്രത്തിൽ കുറച്ച് ചൂടുവെള്ളം വെക്കുകയാണെങ്കിൽ നന്നായിട്ട് പുളിച്ചു കിട്ടിക്കോളും. അപ്പോൾ രാവിലെ വന്നു കഴിയുമ്പോൾ ഇതൊന്ന് തുറന്നു നോക്കുന്നവരെ ഒരു സ്ട്രെസ് ആട്ടോ. പുളിച്ചു കിട്ടിയെന്ന് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സമാധാനം ആട്ടോ. അപ്പത്തിനാണെങ്കിലും ദോശയ്ക്കാണേലും ഇഡ്ഡലിക്കാണെങ്കിലും ഒക്കെ ഇങ്ങനെ നമുക്ക് അടിയിലൊരു പാത്രത്തിൽ ഇച്ചിരി ചൂടുവെള്ളം ഇങ്ങനെ വെച്ചാൽ മതി. വഴക്കാളിന്ന് വെച്ചാൽ വഴക്കാളിയാണ് ഈ ടുട്ടുപക്ഷിപ്പിഞ്ഞ്. എന്റെ ഉടുപ്പിൽ എല്ലാ പിന്നാണെങ്കിലും ബട്ടൺസ് ആണെങ്കിലും എല്ലാ മുത്തുകളും ഇതെല്ലാം കുത്തിപ്പറിക്കണം. അങ്ങനെയാണ് ഇതിന്റെ വിചാരം ഇതിന്റെ മരമാണ് ഞാനെന്നാണ്. ഫുൾ ടൈം നമ്മുടെ മേത്തല്ലാതെ ഇത് ജീവിക്കത്തില്ല. ഒന്നെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ അങ്ങനെ. ഇത്രയും നമ്മുടെ വീട്ടിൽ മുഴുവനും ജനല് ഞാൻ എപ്പോഴും അടച്ചിടും. ഈ ഓക്സിനെറ്റ് കൊടുത്തിട്ടുണ്ട്, അതാണ് തുറന്നിടുന്നത്. അതുകൊണ്ട് വീടിനകത്തോടെ പറഞ്ഞു നടന്നിട്ടുണ്ടെങ്കിൽ എവിടെയും പോകത്തില്ല. പക്ഷെ ഇത് പോകത്തില്ല. എന്റെ അമ്മോ, ഇത് നമ്മുടെ മേത്തുനിന്ന് ഇറങ്ങത്തേ ഇല്ല. അങ്ങനെയാണ്. രാവിലെ മുതൽ 5 മണിയാകുമ്പോ ഇതിന് കിടന്ന് ഉറങ്ങണം കേട്ടോ. അതിനു മുമ്പ് വേഗം ഭക്ഷണമൊക്കെ കഴിച്ച് വേഗം കുറച്ച് വെള്ളവും കുടിച്ച് അത് കഴിഞ്ഞിട്ട് നമ്മളൊരു തൊപ്പിയുള്ള തൊപ്പിയില്ലേ, ഇങ്ങനെ ഈ മങ്കി ക്യാപ്പില്ലേ, അതിങ്ങനെ കാണിച്ചു കൊടുത്ത് അതിനകത്തോട്ട് ഇങ്ങനെ ഞങ്ങോട്ട് കയറിക്കോളൂ. എന്നിട്ട് ഇങ്ങനെ നമ്മൾ മുറുക്കാൻ പൊതി പൊതിഞ്ഞ് വെക്കുമ്പോൾ പൊതിഞ്ഞ് ഒരു കൂട്ടിനകത്ത് പൂച്ച പിടിക്കാതിരിക്കാൻ ഞാനൊരു കുഞ്ഞു കൂടുണ്ട്, അതിനകത്തോട്ട് വെച്ച് അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കിടന്നു. പിന്നെ ഈ വീട്ടില് എന്തുറക്ക ടി വി വെച്ചാലും DJ നടന്നാൽ പോലും ഇതിന് കുഴപ്പമില്ല, ഇത് കിടന്ന് ഉറങ്ങിക്കോളും. രാവിലെ ഞാൻ എണീക്കുമ്പോ തന്നെ ഈ 5 മണിയാകുമ്പോഴത്തേക്കും ഇത് അവിടുന്ന് ഇങ്ങനെ കുറുകാൻ തുടങ്ങും. നമ്മൾ വിളിക്കണം, ടുട്ടൂന്ന് വിളിക്കണം. ആ കൂട്ടിനകത്ത് ഇങ്ങനെ ഇറങ്ങി വന്നെങ്കിൽ ഞാൻ കുറച്ച് വായുസഞ്ചാരത്തിന് കുറച്ച് ഹോൾ ഇങ്ങനെ ആക്കി വെച്ചേക്കും. അങ്ങനെ എന്നിട്ട് ടുട്ടൂന്ന് വിളിച്ചപ്പോഴത്തേക്കും അതിൽ നിന്ന് ഞരങ്ങി പുറത്തിയാടും. പിന്നെ എന്റെ ദൈവമേ, 5 മണിയാണോ വരെ ഇത് എന്റെ മേത്തുനിന്ന് ഇറങ്ങി പോകത്തില്ല. ഇതിനെ ഞാൻ പുറത്ത് മിറ്റൊക്കെ അടിക്കാൻ പോകുമ്പോൾ ഇതിനെ കൊണ്ടിട്ട് പറന്നു പോലെ. അപ്പോ അങ്ങനെ പിന്നെ പേടി ഒറാശി ഇങ്ങനെ പറന്നുപോയി. എന്നിട്ട് കറണ്ട് കമ്പിൽ പോയി ഊഞ്ഞാലാടും. എന്നിട്ട് ഇത് കരച്ചിലാ, തിരിച്ചു വരാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞ് പേടി, അമ്മ പോകല്ലേന്നും പറഞ്ഞ്. അങ്ങനെ എന്റെ ദൈവം, എന്റെ 3-4 മണിക്കൂർ ഞാൻ മുറ്റത്ത് പേടിച്ചിട്ട് നിന്ന്. ഇത് അവിടുന്ന് പേടിച്ച് പറന്നു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനത്തെ വഴക്കാളിയെന്ന് വെച്ചാൽ വഴക്കാളിയാ. ടുട്ടു എന്തൊരു വഴക്കാളിയാ. എന്നിട്ട് ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര ഉമ്മ തരല്, ഭയങ്കര സോപ്പടി, അങ്ങനെ ഇങ്ങനെയൊക്കെ ആട്ടോ. പക്ഷെ എന്തെങ്കിലും മുത്തോ ഇങ്ങനത്തെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ തീർന്നു. എന്തിനിങ്ങനെ മക്കൂടണേ. എന്നിട്ട് ഇതിന് കുളിക്കണം, എല്ലാ ദിവസവും ഇതിനെ കുളിക്കുമ്പോൾ നമ്മൾ അടുത്ത് വേണം. അപ്പൊ ഇപ്പൊ ഞാൻ കയ്യിൽ ഇങ്ങനെ പൈപ്പിൽ വെള്ളം പിടിച്ചു വെക്കണം. എന്റെ കയ്യിലിരുന്നേ കുളിക്കത്തുള്ളൂ. എല്ലാ ദിവസവും ചേട്ടനെ കുളിക്കണം. എന്നിട്ട് പൈപ്പ് ഓണാക്കി കയ്യിൽ ഇങ്ങനെ വെള്ളം പിടിച്ചു വെക്കണം. എന്നിട്ട് അതിനകത്ത് ഇരുന്ന് കുളിച്ചിട്ടൊരു കുടയലുണ്ട്, അതും നമ്മൾ സഹിക്കണം. അങ്ങനെയാണ്. എന്റെ ദൈവം എന്ന് പറയണ്ട, ശരിക്കും മനുഷ്യക്കുഞ്ഞിനെ പോലെ നമ്മുടെ ബിലോക്കുഞ്ഞ് ഇപ്പൊ ഏറ്റവും അഡ്ജസ്റ്റ് ചെയ്യുന്ന കേട്ടോ. എല്ലാ കാര്യങ്ങളും പാവം അഡ്ജസ്റ്റ് ചെയ്ത്. ഇത് ഭയങ്കര വഴക്കാളിയാ. ഇതിനെ ഒന്നും അനുവദിച്ചില്ലേ ഭയങ്കര കൊത്താ. നമ്മളെ അനുവദിച്ചാൽ ഒരു കുഴപ്പമില്ല, എല്ലാം കുത്തിപ്പറക്കാൻ അനുവദിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. എന്തിനാ ഇത് പറിക്കരുത്, നോ നോ നോ. അപ്പൊ നമുക്ക് വർത്താനം പറഞ്ഞ് നിൽക്കട്ടെ. നമുക്ക് വേഗം ചായ വെക്കാം. ദോശമാവ് നന്നായിട്ട് പുളിച്ചിരിപ്പുണ്ട്. മില്ലറ്റ് ദോശയാണേ. ഞാൻ കുറച്ച് മില്ലറ്റും ഇടും. ഇപ്പൊ 1 കിലോന്റെ മില്ലറ്റ് നിങ്ങൾ എന്റെ അടുത്ത് മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഒരു 3 കിലോ പച്ചരിയൊക്കെ എനിക്ക് ആഡ് ചെയ്യാം. 2 കിലോ എന്തായാലും ആഡ് ചെയ്യാം ആ രീതിയിൽ. പിന്നെ അതിലേക്ക് ഉഴുന്ന് ചേർക്കാൻ കുറച്ച്. പിന്നെ ഞാനതിൽ ഉലുവയിടും, ജീരകം ഇടും. ഇത്രയും ഞാൻ ഇട്ടിട്ടാണ് പിന്നെ അരച്ചു വെക്കുന്നത്. ഉപ്പ് പിറ്റേ ദിവസം നമ്മളിപ്പോ പുളിച്ച് കഴിയുമ്പോൾ ഇപ്പോഴാണ് ചേർക്കുന്നത്. ഇനിയിപ്പോ ഉപ്പും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് നെയ്യ് പരട്ടിയിട്ട് ദോശ ചുട്ടെടുക്കണം. അട്ടിപ്പൊളിയെ വെറുതെ പോലും കഴിക്കാം. അങ്ങനെയാണ്, ഹെൽത്തിന് നല്ലതാണ്. 2 ദോശ രാവിലെ കഴിച്ചാൽ പിന്നെ നമുക്ക് അധികം വിശക്കാതെ ഇരുന്നോളൂ. അപ്പൊ വേണമെങ്കിൽ നമുക്ക് ലഞ്ച് സ്കിപ്പ് ചെയ്യാം. അപ്പൊ നമുക്ക് കൊളസ്ട്രോളും ഫാറ്റും ഒക്കെ കുറയുകയും ചെയ്യും, ആ ഒരു രീതിയിലേക്ക് പോവുകയും ചെയ്യാം. അടിപൊളിയാണ് തരം. ഒത്തിരി ഗുണങ്ങൾ കിട്ടുകയും ചെയ്യും മില്ലറ്റ് ആയതുകൊണ്ട്. സ്ഥിരമായിട്ട് എന്റെ അടുത്ത് മില്ലറ്റ്സ് മേടിക്കുന്നവരുണ്ട്. നിങ്ങളിത് മേടിച്ചു നോക്കും ഈ രീതിക്ക്. പിന്നെ കുറെ പേര് ഉപ്പുമാവ് ഉണ്ടാക്കുന്നുണ്ട്. എനിക്ക് ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ട് ഫോട്ടോ ഒക്കെ അയച്ചു തന്നു, അടിപൊളിയായിട്ടിരിക്കുന്നു. അങ്ങനെ പിന്നെ കുറെ പേര് കഞ്ഞിയായിട്ട് വെച്ച് കുടിക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് ചെയ്യാം. ഞാൻ എപ്പോഴും ദോശ ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് വേഗം ദോശ ഉണ്ടാക്കാം, ചായയും വെക്കാം. നമ്മുടെ ട്രിപ്പ് രാവിലെ എണീറ്റ് വന്നുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയത്ത് മാത്രമേ ഞാൻ എന്റെ കൂടെ നിർത്തുള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഈ ഇതിന്റെ
നട്ട്സുകൾ ഇവിടെ വെക്കും. അപ്പൊ അതും കൊത്തി തിന്ന് പിന്നെ ഞാൻ ചായ വെച്ച് കുറച്ച് കഴിയുമ്പോൾ ഞാനൊരു വേറെ കൂട് മേടിച്ചിട്ടുണ്ട് ഇതിന്, അതിലേക്ക് മാറ്റും. അപ്പൊ എന്നെ കാണാം, ഈ വീട്ടിൽ തന്നെ എന്നെ കാണാവുന്ന രീതിയിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പൊ അതില് തീറ്റ വെച്ചു കൊടുക്കും, വെള്ളം വെച്ചു കൊടുക്കും. അങ്ങനെ അതങ്ങനെ സമാധാനമായിട്ട് ഇരുന്നോളൂ. പിന്നെ വൈകുന്നേരം ഇടയ്ക്കൊക്കെ ഞാനൊന്ന് ജസ്റ്റ് എടുക്കും, എന്നിട്ടൊന്ന് കൊഞ്ചിച്ചിട്ട് വീണ്ടും അതിൽ വെക്കും. അങ്ങനെയാണ് ഞാൻ അതിനെ ഇപ്പൊ കഴിയുന്നത് കേട്ടോ. പക്ഷെ മുകളില് ബാക്കിയുള്ള പക്ഷികളുടെ കൂടെ ഇത് പോയി കിടക്കത്തില്ല, ഭയങ്കര കരച്ചില്ല. അപ്പൊ എന്നെ കാണണം ഈ വീട്ടിനകത്തോടെ ജോലിയൊക്കെ ചെയ്ത് നടക്കണേ. അങ്ങനെയാണെങ്കിൽ ഇത് കുറച്ച് ഓക്കെ. അപ്പൊ ഞാൻ അങ്ങനെയാണ് ഈ പാത്രത്തിന്റെ അവസ്ഥ കാണിച്ചു തരാവേ. ഒരു ദിവസം ഞാൻ ചായ വെച്ചിട്ട് ഞാൻ പുറത്തു പോയതാണ്, മിറ്റം അടിച്ചു വാരിയൊക്കെ വന്നപ്പോഴത്തേക്ക് മറന്നുപോയി ചായയുടെ അരി. എന്നിട്ട് ഇത് കരിഞ്ഞ് വീട് മുഴുവൻ സ്മെല്ലായി പുകയായി. ഈ ഇങ്ങനത്തെ ഈ ഓടിന്റെ പാത്രം ആയതുകൊണ്ട് ഇതിലേക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പാടാ പോകാനെത്തോ. എന്നിട്ട് ഞാൻ ചെയ്തത്, ഞാൻ ഈ കിച്ചൺ മാജിക് സിങ്ക് ക്ലീനർ നമ്മൾ പേരിട്ടേക്കുന്നത്, ഈ കിച്ചൺ ക്ലീനർ അടിച്ചു നോക്കും. ഇത് പാത്രത്തിൽ അടിക്കാൻ കുഴപ്പമൊന്നും. എന്നിട്ട് പാത്രം കഴുകാൻ നല്ല യൂസ് ചെയ്യുന്നത്, പക്ഷെ എമർജൻസി സിറ്റുവേഷനിൽ എന്ത് കറ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം ആ രീതിക്ക്. എന്നിട്ട് ഇത് അടിച്ചു വെച്ചിട്ടോ, എന്നിട്ട് കഴുകിയെടുത്തു. ഇപ്പതേ ഇത് ഇത്രയും വെളുത്ത് കിട്ടി. അത്രയ്ക്ക് എന്താ, അത് ഇതിന് ഞാൻ മാജിക് എന്ന് പേരിട്ടേക്കണേ. അത്രയ്ക്ക് ഉപകാരമാണ് ഈ മാജിക് കിച്ചൺ സിങ്ക് ക്ലീനർ കേട്ടോ. കിച്ചൺ സിങ്കിന് മാത്രമല്ല, ഞാൻ ഫ്രിഡ്ജ് തുടയ്ക്കാൻ, ടേബിൾ തുടയ്ക്കാൻ, പിന്നെ നമ്മുടെ ഈ സ്റ്റൗവിന്റെ ഒക്കെ കറ പിടിച്ചിട്ട് കുറെ പഴയ സ്റ്റൗ ആണ്. അപ്പൊ അതുകൊണ്ട് അതിടയ്ക്ക് ഇങ്ങനെ വല്ലാതെ കറ പിടിക്കും. അപ്പൊ അതെല്ലാം ക്ലീൻ ചെയ്യാൻ, പിന്നെ കിച്ചൺ സിങ്ക് ക്ലീൻ ചെയ്യാൻ എല്ലാത്തിനും ഞാൻ ഇത് ഉപയോഗിക്കും കേട്ടോ. അങ്ങനെയാണ്, അടിപൊളി സാധനമാണ്. ഇത് എല്ലാവരും മേടിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മേടിച്ചോളൂ കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ഈ സോപ്പ് ഡിഷ് ആണെങ്കിൽ ഞാൻ എല്ലാവരും മേടിക്കുന്നുണ്ട്. ഇതിനകത്ത് സോപ്പ് ഒഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് പിന്നെ എടുക്കാൻ. ലോങ് ടൈം ആയിട്ട് ഈ ഇലക്ട്രിക് ലൈറ്റർ ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. അടിപൊളിയാണ്, ചാർജ് ചെയ്യാനൊരു സ്ലോട്ടും ഉണ്ട്. അപ്പൊ ചാർജർ അതിന്റെ കൂടെ തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ്, അടിപൊളിയാണ് കൂട്ടുകാരെ. കിച്ചണിൽ തന്നെ നമുക്കത് എവിടെയും കുത്തി ഇടുകയും ചെയ്യാം ചാർജ് ചെയ്യാൻ. ഒരു കുറേ നാൾ കഴിയുമ്പോഴേ ചാർജ് ചെയ്യേണ്ട ആവശ്യം പറ്റുള്ളൂ. എത്രയോ വർഷങ്ങളായിട്ട് നമ്മളിപ്പോൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അടിപൊളിയാണ്, എല്ലാവരും മേടിക്കുന്നുണ്ട്. ആവശ്യമുള്ളപ്പോൾ മേടിച്ചോളൂ കേട്ടോ. വാട്സപ്പ് നമ്പറിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മുടെ അടുത്തുണ്ട്. നമ്മൾ ചെയ്യുന്ന എല്ലാ ജോലിയും കണ്ടുകൊണ്ട് ഇതിനിവിടെ ഇതാണ് അതിന്റെ കൂട്. ഞാൻ മരം, ഇത് ഇതിന്റെ കൂട്, ഇവിടെ ഇരിക്കണം. എല്ലാ ജോലിയും കാണണം. നമ്മുടെ മിലോ കുഞ്ഞിനെ പോലെ എന്തൊക്കെ ചെയ്യുന്നു എന്തൊക്കെ. അതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കുത്തിപ്പറിക്കാൻ വേണം. നമ്മുടെ മേത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം കുത്തിപ്പറിക്കും. ഉടുപ്പേല് അതെല്ലാം പറിച്ചു കളയും, ബട്ടൺസ് എല്ലാം പറിച്ചു കളയും. ഓരോറ്റ ഉടുപ്പിന് എനിക്കിപ്പോ ബട്ടൺസ് ഇല്ല, നെറ്റിക്ക് ഇടുന്നത്. അതുകൊണ്ട് ഞാൻ എവിടെയെങ്കിലും പുറമെ ഇടുന്ന ഡ്രസ്സ് ഇട്ടിട്ട് ഇതിനെടുക്കാൻ ഇതിന്റെ മേത്ത് വന്നിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടി. നമ്മൾ പോലും അറിയാതെ ഇരുന്ന് എല്ലാം കുത്തിപ്പറിക്കും. എന്നിട്ട് നമ്മൾ ഒത്തിരി കൈയൊക്കെ എനിക്ക് ദേഷ്യമോ, അനങ്ങാതിരിക്കുക. എന്റെ സ്ഥലമോ കേട്ടോ, കടന്നുകൊണ്ട് ചൊറിയുന്നുണ്ട്. എന്തുവാ കളി, വക്കാളി വക്കാളി, വാ ഇവിടെ വാ, ഇവിടെ വാ, ഇവിടെ വാ, ഇവിടെ വാ, വാ. എന്നിട്ട് ഇങ്ങനെ നമ്മുടെ മേത്തോട്ടൊരു മറിഞ്ഞൊരു മലന്നിരിക്കുന്നുണ്ട്. ഇങ്ങനെ ഇങ്ങനെ ഇരുന്ന് ഇതിന് കാഴ്ച കാണണം. നമ്മളിങ്ങനെ കൈ വെച്ച് കൊടുത്തോണം. എന്നിട്ട് എല്ലാ കാഴ്ച കണ്ട് ഇതിന് ഗ്രൂമിങ്ങാ രാവിലെ മുതല്. ഇവിടെ ഇരുന്ന് ഇനി പിന്നെ പേമ്പെറുക്കലായി, താരമ്പെറുക്കലായി, അതിൻ്റെ ഇടയ്ക്ക് ചിറകെല്ലാം കോതലായി, അങ്ങനെ ഇരിക്കും. ഇതിന് കാഴ്ചയെല്ലാം കണ്ട് നമ്മൾ ജോലി ചെയ്യുമ്പോൾ ഇതിനിങ്ങനെ സ്ഥലവും ഉണ്ടാക്കി കൊടുക്കണം. നമ്മളിങ്ങനെ കൈയൊക്കെ വെച്ച് ഇതിനൊരു കൂട് പോലെ ഇങ്ങനെ ആക്കി കൊടുക്കണം. എന്നിട്ട് ഇവിടെ ഇരുന്നോണ്ട് കാഴ്ചയെല്ലാം കണ്ട് ഇതാണ് ചേട്ടന്റെ പണി. ഇനി ആവശ്യമുള്ളപ്പോൾ ഫുഡും കൊടുക്കണം. അങ്ങനെയാണ്. അതിന്റെ ഇടയ്ക്ക് മസാജ് വേണം. മസാജ് ഭയങ്കര ഇഷ്ടമാട്ടോ, എല്ലാവർക്കും മസാജ് ഇഷ്ടം. മിലോയ്ക്കാണെങ്കിലും അതെ, നമ്മുടെ ഐറമോൾക്കാണെങ്കിലും ഡിയോണയ്ക്കാണെങ്കിലും നമ്മളിങ്ങനെ ചെന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. ഭയങ്കര ഇഷ്ടമാണ്, അത് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ ദിവസവും കുളിക്കണം. ഭയങ്കര രസം ഇതിന്റെ കാര്യം ഒരു തരത്തിൽ പറഞ്ഞാൽ. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വിടാൻ സമ്മതിക്കത്തില്ല. പുറത്തോട്ട് ഇതിനെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അപ്പൊ ഫുൾ ടൈം എന്നെ കണ്ടില്ലേ, എന്തൊരു കരച്ചിലാണോ, എനിക്ക് എന്റെ അമ്മേനെ കാണാൻ പറ്റുന്നില്ലേ, എന്നെ ഇട്ടിട്ട് പോയേന്നും പറഞ്ഞ കരച്ചില്ല. ഇതിന് ഇവിടെ ഒന്ന് നിർത്തിയിട്ട് ഞാനൊന്ന് വാതിൽ തുറന്ന് പുറത്തോട്ട് പോയിട്ടുണ്ടെങ്കിൽ. എന്തുവാ നിന്റെ കാര്യം പറയണേ, നിന്റെ കാര്യം പറയണേ, നിന്റെ കാര്യം പറയണേ, നിന്റെ കാര്യം. അമ്പടി മാറ 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 മാറ. പൊട്ടെടുക്കാൻ വരുന്നോ കള്ളി, പൊട്ടെടുക്കാൻ വരുന്നോ? പൊട്ട്, കമ്മല്, ഇതുപോലെ നമ്മുടെ ഉടുപ്പയിലുള്ള മുത്ത് ഒന്നും ഇതിനെ സഹിക്കാൻ പറ്റത്തില്ല. എല്ലാം ഇതിന് കൊത്തി നശിപ്പിക്കണം. നശിപ്പിന്റെ സന്താനം, ഇത് നശിപ്പിന്റെ സന്താനം. നല്ല വയനാടൻ നെയ്യിലാണ് നമ്മൾ ദോശ ഉണ്ടാക്കുന്നത്. നമ്മൾ വയനാടൻ നെയ്യ് പിന്നെ വിൽക്കുന്നുണ്ട്. അപ്പൊ അത് ആവശ്യമുള്ളൊരു മേടിച്ചോളൂ. അടിപൊളിയാണ് കൂട്ടുകാരെ, അടിപൊളിയാണ് കേട്ടോ. ഒരു ദിവസം നമുക്കൊരു 1/2 ടീസ്പൂൺ നെയ്യെങ്കിലും നമ്മൾ കഴിച്ചിരിക്കണം. കൂടുതൽ കഴിക്കരുത്. അങ്ങനെ 1/2 ടീസ്പൂൺ ഒക്കെ മതി. പിള്ളേർക്കാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ മതി. തീരെ പൊടി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണ്ട. അല്ലാത്ത ഒരു 5 വയസ്സൊക്കെ 4 വയസ്സ് 5 വയസ്സ് മുതലൊക്കെ കൊടുക്കാം കേട്ടോ. അടിപൊളിയാണ്. നല്ല കൊളസ്ട്രോൾ ഉണ്ടാവാൻ, നമ്മുടെ സ്കിന്നിന്റെ കൊളാജൻ നന്നായിട്ട് ഉണ്ടാവാൻ, വൈറ്റമിൻ ഡി ഉണ്ടാവാൻ, നമ്മുടെ സ്കിന്നിന് ആവശ്യമുള്ള ഒത്തിരി വിറ്റാമിനും മിനറലും
കിട്ടാൻ നമുക്ക് ഗീ അത്രയും ഉപകാരമാണ്. അങ്ങനെ പിന്നെ ഓവർ ഫാറ്റ് ഒക്കെ കുറഞ്ഞിട്ട് നമ്മൾ നല്ലൊരു ഭംഗിയായിട്ട് ഇരുന്നോളും താനും. സ്കിന്ന് നല്ല സ്മൂത്ത് ആയിട്ട് പളകളായിട്ട് ഇരുന്നോളും, നിറം വെക്കാനും നല്ലതാ. അങ്ങനെ ഇപ്പം മെലാനിന്റെ ഒക്കെ അളവ് കുറഞ്ഞ് കൊളാജനൊക്കെ കൂടി നല്ല ഇലാസ്റ്റിസിറ്റി ഒക്കെ കൂടാൻ ഒക്കെ അടിപൊളിയാണ് ഗീ. ഒത്തിരി ഒരു ദിവസം മുഴുവൻ പറയാനുള്ള ഉപകാരങ്ങളുണ്ട് ഗീ കഴിച്ചാൽ. അപ്പൊ ആവശ്യമുള്ളൊരു നല്ല വയനാടൻ ഗീ ഉണ്ട്, അത് മേടിച്ചോളൂ കേട്ടോ. പിന്നെ ഞാൻ ഒരു സാധനം അവിടെ കാണിച്ചു തരാം നിങ്ങളെ. ഉണ്ട് ഞാൻ ഈ ഗീ ഒക്കെ പറ്റാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഡപ്പയിലിട്ട് വെച്ചേക്കുവാണേ. അത് ഇതിപ്പോ ഉറച്ചിരിക്കുന്ന കേട്ടോ, നല്ല തണുപ്പാണ് ഇവിടെ. അതുകൊണ്ട് ഇത് ഇങ്ങനെ ഒരു ചകിരിയാണ്, അതുകൊണ്ട് നല്ല ഉപകാരം. നമ്മുടെ വാഴേന്റെയും ഉള്ളിന്റെ ഒന്നും എടുക്കുകയും വേണ്ട. അപ്പൊ ഇതാണെങ്കിൽ ചകിരി, എന്നിട്ട് എണ്ണ വെച്ചിട്ട് നമുക്ക് ഡപ്പയിലിട്ട് അടച്ചു വെക്കാം. എവിടെ ആകത്തുള്ളൂ, ഇവിടെ പിടിക്കാനും. അത് മരത്തിന്റെയാണ് അതിന്. ഇതെല്ലാവരും മേടിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നമ്മുടെ വാട്സപ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ കാറ്റലോഗിൽ ഇട്ടിട്ടുണ്ട്. അശ്വകൊച്ചിന് രാവിലെ കഴിക്കാനുള്ളത് ഞാൻ പെട്ടെന്ന് ആദ്യം റെഡിയാക്കും, ചായയും വെക്കും. എന്നിട്ട് പിന്നെ നമുക്ക് സമാധാനത്തോടെ ദോശയൊക്കെ ഉണ്ടാക്കി കഴിക്കാമല്ലോ. അപ്പൊ ഞാനിങ്ങനെ ഒപ്പിക്കുകയോ ചെയ്യണേ കേട്ടോ. മുട്ട ജസ്റ്റ് ഒരു കുറച്ച് ഷുഗറും കൂടി ഇട്ടിട്ട് ഇങ്ങനെ ബട്ടറും തേച്ചിട്ട് ഇതുപോലെ ബ്രെഡും പൊരിച്ചു കൊടുക്കും. അത് രണ്ടെണ്ണമൊക്കെ ആവും കഴിക്കുള്ളൂ. പിന്നെ ഇന്ന് മുസ്ലിം നോമ്പ് തുടങ്ങിയേക്കുന്നതുകൊണ്ട് അവർ ഫുഡ് കൊടുക്കുമോന്ന് അറിയാത്തതുകൊണ്ട് ഇന്നൊരു ദിവസത്തേന് ഫുഡ് ഞാൻ കൊടുത്തു വിടുവാണ്, ലഞ്ച്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒപ്പിച്ച് രാവിലെ ഒരു ചെറിയൊരു നെയ്ച്ചോറ് പോലെയുള്ള രീതിക്ക്, പിന്നെ മുട്ടയും കൂടി വഴറ്റി, പിന്നെ നല്ല സാലഡും ഉണ്ടാക്കി പെട്ടെന്ന് തന്നെ. പിന്നെ ഇത് നമ്മൾ സെയിൽ ചെയ്യാൻ തുടങ്ങുന്ന ഡ്രൈ ബനാനയും ഈന്തപ്പഴവും ഉള്ള അച്ചാർ അടിപൊളിയാണ് കേട്ടോ. അതിന്റെ ഡീറ്റെയിൽ ഒക്കെ ഞാൻ പെട്ടെന്ന് തന്നെ പറയാം കേട്ടോ. അങ്ങനെ അപ്പൊ അത് അവന് റെഡിയാക്കി കൊടുത്തു. അപ്പൊ ലഞ്ചും കഴിച്ചോളൂ. ഇനിയിപ്പം ഫുഡ് കിട്ടുമെങ്കിൽ നാളെ മുതൽ നമുക്ക് ഇതാക്കണ്ട. അപ്പൊ അതും കൊടുത്തു. അവനുള്ള കാര്യങ്ങളൊക്കെ ഇത് ഒപ്പിച്ച് ഞാൻ ഉണ്ടാക്കുന്ന കേട്ടോ, അത്ര ശാസ്ത്രീയമായിട്ട് ഉണ്ടാക്കുന്നതല്ല കേട്ടോ. രാവിലെ ഒരു നെയ്ച്ചോറ് പോലെ ചുമ്മാ കുറച്ച് നെയ്യൊക്കെ ചേർത്തിട്ട് അങ്ങനെ നന്നായിട്ട് നട്ട്സ് മുന്തിരിയൊക്കെ ഇട്ട് കഴിയുമ്പോൾ അതിന്റെ ടേസ്റ്റ് വരുമല്ലോ. പിന്നെ ഈ വയനാട് ഗീ ആയതുകൊണ്ട് നല്ല രുചിയാണ്. അപ്പൊ ആ ഒരു രീതിയിൽ അപ്പൊ കുറച്ച് നമുക്ക് ബാലൻസ് ഉള്ളത് ലഞ്ചും ഡിന്നറും ഒക്കെ ആയിട്ട് നമുക്ക് കഴിക്കുകയും ചെയ്യാം. അപ്പൊ അങ്ങനെ എന്തായാലും നമ്മുടെ മില്ലറ്റ് ദോശയിലേക്ക് പോകാം നമുക്ക്. അടിപൊളിയാണ് കൂട്ടുകാരെ. 5 ടൈപ്പ് മില്ലറ്റ്സ് ആണ്. നമ്മുടെ ശരീരത്തിന് അത്രയും ധാതുക്കളും വിറ്റമിൻസും ഒക്കെ കിട്ടും. അതുപോലെ പിന്നെ കാൽഷ്യവും എല്ലാം കിട്ടുന്ന സാധനമാണ്. അതുകൊണ്ട് മില്ലറ്റ് നിങ്ങൾ കഴിക്കാതെ ഇരിക്കരുത്, അത്രയും നല്ല സാധനമാണ്. അത് ഇച്ചിരി ഡ്രൈ ആക്കി, കൂടുതൽ ഡ്രൈ ആക്കി എടുക്കും. അപ്പൊ അതിനൊരു രുചി. പിന്നെ നെയ്യ് തൂകി ഉണ്ടാക്കുന്നതുകൊണ്ട് ഇപ്പൊ കറിയൊന്നും ഇല്ലേ പോലും നമുക്ക് അത്രയും രുചിയായിട്ട് ചായയുടെ കൂടെയും കഴിക്കാം. ഇതാണ് ഞാൻ അവന് ഒരു മുട്ട പൊട്ടിക്കും, അതിലേക്ക് ഒരു നുള്ളു പഞ്ചസാര ഇടും, എന്നിട്ട് അതിൽ ബ്രെഡ് മുക്കി പൊരിക്കും ബട്ടർ തേച്ചിട്ട്. അപ്പൊ അത് നല്ല എളുപ്പത്തില്. ഇതാണ് ഞാൻ പറഞ്ഞ ചകിരി, കോക്കനട്ടിന്റെ ചകിരി. നമുക്കിത് നല്ല സുഖമായിട്ട് നമുക്ക് എണ്ണയോ വെളിച്ചെണ്ണയോ എന്താന്ന് വെച്ചാൽ ദോശക്കല്ലിലൊക്കെ തേക്കാം. എന്നിട്ട് നമുക്ക് മില്ലറ്റ് ഇച്ചിരി കനം കുറച്ചും ഉണ്ടാക്കുക. 2 ദോശയൊക്കെ ഒരു ദിവസം കഴിച്ചാൽ മതി കേട്ടോ. ഓവർ മില്ലറ്റും കഴിക്കേണ്ട, നല്ല പ്രോട്ടീനാണിത്. അതുകൊണ്ട് തന്നെ ഓവർ കഴിക്കേണ്ട. പിള്ളേർക്കൊക്കെ അത്രയും കുറവ് കൊടുത്താൽ മതി. നമുക്ക് തന്നെ ഒരു ദിവസം 2 ദോശ അത്രയൊക്കെ കണക്കാക്കി മതി, ഒരു നേരം കഴിച്ചാൽ മതി. അങ്ങനെയാണ്. അപ്പൊ 1 കിലോന്റെ മില്ലറ്റ് നിങ്ങൾ മേടിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസത്തേന് ഒരു 2-3 കിലോ പച്ചരിയൊക്കെ ആക്കിയിട്ട് എടുത്തു വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ ആവശ്യത്തിന് വെള്ളത്തിൽ 5-6 മണിക്കൂർ കുതിർത്തിട്ട് അങ്ങനെ അങ്ങ് ഉണ്ടാക്കിയാൽ മതി. അടിപൊളിയാണ്. അപ്പൊ ഞാൻ ഇതിനൊരു കോക്കനട്ട് ചട്നിയും കൂടി ഉണ്ടാക്കി. അതിന് ഞാൻ ഇച്ചിരി പുളി ഇടും, വാളംപുളി ഇടും, ഇഞ്ചി ഇടും കേട്ടോ. അപ്പൊ വയറിന് നല്ല തേങ്ങയൊക്കെ ഇട്ടു. ഒരുപാട് അങ്ങ് തിളപ്പിച്ച് വേവിച്ചൊന്നും എടുക്കണ്ട ചട്നി. അങ്ങനെ നമ്മൾ അതെല്ലാം കഴിച്ചു കൊടുത്തു, അശ്വിനെടുത്ത് കൊടുത്തു. എന്നിട്ട് പിന്നെ അശ്വിൻ രാവിലെ അങ്ങ് പോകാൻ തുടങ്ങുവാണ് കേട്ടോ. നല്ല മഞ്ഞാണ് കൂട്ടുകാർ ഇവിടെ രാവിലെ ആകുമ്പോൾ. ഫെബ്രുവരി ആണ്, വയനാട് ആയതുകൊണ്ട് തന്നെ. പക്ഷെ നല്ല രസമാണ് കേട്ടോ. രാവിലെ നമുക്ക് ഗേറ്റ് അടയ്ക്കണം, എന്നിട്ട് നമുക്ക് ഡോഗ്സിനെ അങ്ങ് തുറന്നു വിടണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാ ദിവസവും ഇവ പോകുമ്പോൾ പിന്നെ ഇങ്ങോട്ടേക്ക് വരും. അങ്ങനെയാണ്. നമുക്കൊരു വലിയ കോഴിയുണ്ട് കേട്ടോ. ഇതിന് 6 വൈഫുമാരുണ്ടായിരുന്നു. 6 പേരെ നമ്മുടെ അയറമോള് പിടിച്ചു. അതുകൊണ്ട് ഇതിന് ഭയങ്കര ഡിപ്രഷൻ ആട്ടോ, വിഷമാണ്. ഞാൻ പിന്നെ നാടൻ കോഴിനെ നോക്കിയിട്ട് കിട്ടുന്നേ ഇല്ല. ഇതിന് 1-2 ഭാര്യമാരെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാട്ടോ. എന്തൊക്കെയാണെങ്കിലും നമ്മൾ രാവിലെ ഇങ്ങനെ മുറ്റത്തോട്ട് ഇറങ്ങി ഈ കോഴി കൂവുന്ന സൗണ്ട് ഭയങ്കര നൊസ്റ്റാൾജിയാണ് കേട്ടോ. നമ്മുടെ ചെറുപ്പത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകും. അങ്ങനെ ഈ ഒത്തിരി കാലം ഹോസ്റ്റലിൽ നിന്നുകൊണ്ടായിരിക്കും എനിക്ക് ഇതൊക്കെ ഇത്ര എൻജോയ് ചെയ്യാൻ പറ്റുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പൂക്കളും കിളികളുടെ സൗണ്ടും ആ ഒരു കുഞ്ഞി തണുപ്പും ഒക്കെ, ആ ഒരു ഗ്രാമാന്തരീക്ഷവും ഒക്കെ കൂടി ആകുമ്പോഴത്തേക്കും എന്നാ ഒരു ഫീലിങ്സ് ആ രാവിലെ എന്നറിയോ. അപ്പൊ നമുക്ക് ഇനിയിപ്പോ തിരിച്ച് കയറി പോയിട്ട് നമുക്ക് കുറെ പാക്ക് ചെയ്യാനുണ്ട്. എന്നിട്ട് വേഗം ഇപ്പൊ തുടങ്ങിയാലാണ് തീരുള്ളൂ. ആ കൂടെ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ കൂട്ടുകാരെ, എനിക്കൊരു മെസ്സേജ് വന്നു എന്ന് പറഞ്ഞ് ഞാൻ ആ കുട്ടിയോട് കുറെ സംസാരിച്ചിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ അവളോട് പറഞ്ഞു, ഓക്കെ, എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ, എന്റെ അനുഭവങ്ങളും കാര്യങ്ങളും ഞാൻ കണ്ട ജീവിതങ്ങളും എല്ലാം ആയിട്ട് ഞാനത് ഓപ്പൺ ആയിട്ടൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് പറയാം. ആ കൂടെ നമുക്ക് പാക്കിങ്ങും തുടങ്ങാം. അപ്പൊ വായോ നമുക്ക് അകത്തേക്ക് പോകാം. ഇത് നമ്മുടെ ബ്ലേഡ് ഹാർട്ട് എന്ന് പറയുന്ന ചെടിയാണ്. നമ്മൾ വെക്കുന്ന എല്ലാ ചെടികളും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ചെടികളാണ് കേട്ടോ. അപ്പൊ ബ്ലേഡ് ഹാർട്ട് അടിപൊളിയാണ്. വെള്ളയുണ്ട്, ഒരു പിങ്ക് കളറുണ്ട് കേട്ടോ. വെള്ളയാണ് ഒന്നുകൂടെ ഭംഗി. അതുകൊണ്ട് വെള്ളയാണ് ഞാൻ സെയിലിന് എടുത്തേക്കുന്നത്. ഞാൻ നമ്മുടെ വീടിന്റെ പല സ്ഥലത്തുണ്ടായി കിടക്കുന്നത് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യും പാടി കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ഭംഗിയാ. ഒരു പ്രാവശ്യം പൂ വിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 3-3.5 മാസം അതിന്റെ പൂ അങ്ങനെ നിൽക്കും. എന്നിട്ട് ഇത് പോകും. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുകയും ചെയ്യും. ഇടയ്ക്ക് നനച്ചു കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. നല്ല
അങ്ങനെ നശിച്ചു പോകുന്ന ചെടിയല്ല, കാലങ്ങളോളം കിടക്കുക. ക്രിസ്മസ് ട്രീ വരെ ഈ ബ്ലീഡിംഗ് ഹാർട്ട് കൊണ്ട് ഉണ്ടാക്കിയേക്കുന്ന ചില ഇൻസ്റ്റാഗ്രാം വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അടിപൊളിയാണ്. എന്തായാലും ഒരു ബ്ലീഡിംഗ് ഹാർട്ടെങ്കിലും മേടിച്ചിടുക. പിന്നെ ഇത് വളർന്നു കഴിയുമ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ മുറിച്ച് നടാം. 1-2 എണ്ണം എന്റെ അടുത്ത് മേടിച്ച് നടുവാണെങ്കിൽ അടിപൊളി. അപ്പൊ ഇതൊന്ന് ബാക്കി കേട്ടോ. ഒരാളെ മനസ്സിലാക്കാൻ ഏറ്റവും നല്ല വഴി അവർക്ക് ദേഷ്യം വരുമ്പോൾ അവർ നമ്മളോട് എങ്ങനെ പെരുമാറുന്നു എന്ന് ശ്രദ്ധിക്കുന്നതാണ്. സമാധാനമായിരിക്കുന്ന സമയത്ത് ആർക്ക് സ്നേഹം, പ്രേമം ഒക്കെ അഭിനയിച്ച് തകർക്കാൻ കഴിയും. എന്നാൽ കടുത്ത ദേഷ്യം വരുന്ന സമയത്ത് ഈ അഭിനയം മറക്കും. അപ്പോൾ പുറത്തു വരുന്ന വാക്കും പ്രവൃത്തിയുമാണ് ഒരാളുടെ ഉള്ളിലെ നിങ്ങളെ കുറിച്ചുള്ള യഥാർത്ഥ ചിന്തകള്. ഒരാൾ സ്നേഹം അഭിനയിച്ചിരുന്ന കാലത്ത് നമ്മൾ പറഞ്ഞ രഹസ്യങ്ങളും നമ്മുടെ ബലഹീനതകളും വഴക്കിനിടയിൽ ആയുധമാക്കുന്നവർ യഥാർത്ഥത്തിൽ കൊടും ചതിയിലൂടെ സ്നേഹം അഭിനയിക്കുക മാത്രമായിരുന്നു. നീ ആരാണെന്നും എന്റെ ഇത്രയും വർഷം സമയം തന്നതിന്റെ വില എനിക്ക് തിരിച്ചു വേണം എന്നൊക്കെയുള്ള അവകാശവാദങ്ങൾ അവരുടെ പൊള്ളയായ ഹൃദയത്തെയും ചതിയെയുമാണ് സൂചിപ്പിക്കുന്നത്. പണത്തിന് കാമത്തിനും വേണ്ടി ഒരാൾ നമ്മളെ പച്ചയ്ക്ക് പറ്റിച്ച് ഹൃദയം മുറിച്ച് കടന്നു പോകുമ്പോൾ ആരായാലും തകർന്നു പോകും. ഇത്തരത്തിൽ പോയവർ ഒരു പക്ഷെ നമ്മളെ നേരിട്ട് വെറുക്കുകയോ അടിക്കുകയോ ഇടിക്കുകയോ ചെയ്യുന്നവർ ആയിരിക്കില്ല. പക്ഷെ ഒരു രാത്രി ഇരട്ടി വെളുക്കുമ്പോൾ നിസാരമായി നമ്മളെ അങ്ങ് തകർത്ത് കളയും. അപ്പോൾ പുറമെ ഇതൊക്കെ കണ്ടു നിൽക്കുന്നവർ ചോദിക്കും, അവർക്ക് തോന്നും ഇത്ര നാൾ അങ്ങനെ ആയിരുന്നില്ലല്ലോ, അവർ അങ്ങനെ ഒരു വ്യക്തി ആയിരുന്നോ, മനസ്സിലാക്കാതെ പോയല്ലോ ഞങ്ങൾക്കും നിനക്കും എന്ന്. പക്ഷെ നമുക്ക് അവരെ പണ്ടേ നന്നായി മനസ്സിലായി കഴിഞ്ഞിരിക്കും. പുറം ലോകത്തിന് അത് മനസ്സിലാക്കി കൊടുക്കാതിരിക്കാൻ പാകത്തിൽ അവർ തകർത്ത് അഭിനയിച്ചു വെച്ചിട്ടുണ്ടാകും. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിക്കേ. ഉറക്കം എണീക്കുമ്പോൾ മുതൽ ഇത് ശരിയല്ല, ഇതിങ്ങനെയല്ല എന്ന് തുടങ്ങി വൃത്തിയില്ല, ചായ ഗ്ലാസ് വെളുത്തില്ല, പാത്രം തിളങ്ങുന്നില്ല മുതൽ കറിക്ക് ഉപ്പില്ല, രുചിയില്ല, പച്ച നിറമില്ല, എന്റെ ചെറുപ്പത്തിൽ അയൽപക്കത്ത് ചേച്ചി ഉണ്ടാക്കി തന്ന കറിയുടെ രുചി ഇതല്ല, അതാണ് എനിക്ക് ഇഷ്ടം എന്ന് വരെ പറഞ്ഞു കളയും. ടോക്സിക് ആയിട്ടുള്ള ഇത്തരം മനുഷ്യരെ എങ്ങനെയൊക്കെ വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് ദ്രോഹിക്കാവോ അതിന്റെ അങ്ങേയറ്റം ഇത്തരം ടോക്സിക് ആയിട്ടുള്ള ആളുകൾ നിങ്ങളുടെ മാനസിക നിലയെ തകർത്തുകൊണ്ടേയിരിക്കും. രാവും പകലും നമ്മുടെ മാനസികാരോഗ്യത്തെ തകർക്കാൻ നമ്മൾ സന്തോഷിക്കാതിരിക്കാൻ ഉള്ളതൊക്കെ അവർ ചെയ്തു വയ്ക്കും. ടോക്സിക് ആയ ഒരു വ്യക്തി ഒരിക്കലും നമ്മളെ നേരിട്ട് തകർക്കില്ല. പകരം ബന്ധുക്കളിൽ നിന്നും നാട്ടിൽ നിന്നും വീട്ടിൽ നിന്ന് പോലും ഒറ്റപ്പെടുത്തി മാനസിക വിഭ്രാന്തിയുടെ അറ്റത്തെത്തിക്കും. ഈ സമയമൊക്കെ ഇരയുടെ പിടച്ചിലും വേദനയും യാചനയും കണ്ട് അയാൾ ഉള്ളിൽ ആർത്തു ചിരിക്കും. ഉന്മാദത്തിന്റെ ആത്മരീതിയുടെ ഒരു പർവ്വതത്തിൽ അയാൾ എത്തിപ്പെടും ഈ സമയങ്ങളിലൊക്കെ. എനിക്ക് വിലയുണ്ട് കണ്ടോ, ഇവൾ എന്റെ സ്നേഹത്തിന്, സമയത്തിന്, എന്റെ സാമീപ്യത്തിന് വേണ്ടി കരയുന്നത്, യാചിക്കുന്നത്. ഞാനാണ് ഇപ്പോൾ ഇവിടെ രാജാവ് എന്ന ആത്മബോധത്തിൽ അയാൾ ആറാടും. വീണ്ടും ഇരയായ വേട്ടമൃഗത്തെ വാക്കുകൾ കൊണ്ട് പ്രവൃത്തികൾ കൊണ്ട് വേദനിപ്പിച്ച് രസിക്കും. സൈലന്റ് ട്രീറ്റ്മെന്റ് മുതൽ എല്ലാ തരം ടോക്സിക് ബിഹേവിയറും അവരെടുത്തിട്ടുണ്ടാകും. ട്രോമ ബോണ്ടിൽ പെട്ടുപോയ ഇര എല്ലാം സഹിക്കും. ഇന്ന് മാറും, നാളെ കഴിഞ്ഞ് എല്ലാം ശരിയാകുമെന്ന് വിശ്വസിക്കും. എന്റെ സ്നേഹം കുറഞ്ഞു പോയത് കൊണ്ടാണോ ഇനി എന്നോർത്ത് വീണ്ടും സ്നേഹിക്കും, കെയർ ചെയ്യും. നമ്മുടെ സ്നേഹം, കെയർ, കിട്ടുന്ന ലാഭം ഒക്കെ കാണുമ്പോൾ അവർ ചിരിക്കും. പക്ഷെ ആ ചിരിയിൽ യാതൊരു സന്തോഷവും ഉണ്ടാകില്ല. നമ്മുടെ തകർച്ചകളെ അന്യരെ പോലെ നോക്കി നിൽക്കും. ഇര വേദന കൊണ്ട് പിടയുന്നത് കണ്ട് രസിക്കുമ്പോൾ തന്നെ കൂടിയ വേദന കൊടുത്താൽ മാത്രമേ ഇനി തന്റെ വാലി കൂട്ടിത്തരൂ എന്നുള്ള ഒരു അവബോധം ഇത്തരം ടോക്സിക് ആയിട്ടുള്ള ആളുകളിൽ അടിയുറ. ഇത്തരം ഒരു ഉത്ബോധം അവർക്ക് തോന്നുന്നതോടുകൂടി കൂടുതൽ അതിനുള്ള വഴികൾ അയാൾ തേടിക്കൊണ്ടേയിരിക്കും. ഒരു സ്ത്രീയെ കംപ്ലീറ്റ് ആയിട്ട് തകർക്കാൻ ഏറ്റവും നല്ല മാർഗം മറ്റൊരു സ്ത്രീ സാമീപ്യമാണെന്ന ബോധം അയാളിൽ ഉറയ്ക്കും. കൂടെ വേട്ടക്കാരൻ, കാമം കത്തുന്നവൻ കൂടെ ആണെങ്കിൽ ആ സ്ത്രീയുടെ പതനം എളുപ്പമാകും. പറ്റിയ അവസരത്തിനായി വേട്ടക്കാരൻ കാത്തിരിക്കും. അണിയറയിൽ എല്ലാം ഒരുങ്ങുന്നുണ്ടാവും. പാവം വേട്ടമൃഗം ഇതൊന്നും അറിയാതെ അയാളെ പരിചരിച്ചുകൊണ്ടേയിരിക്കും. ഒരു രാത്രി ഇരട്ടി വെളുക്കുമ്പോൾ ഉള്ളതെല്ലാം എടുത്ത് അയാൾ ഒരു വഴി പോകുന്നു എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങും. ഇരയായവർ പകച്ചു പോകും. എവിടെയാണ് എനിക്ക് തെറ്റ് പറ്റിയത് എന്ന് ചിന്തിക്കാൻ പോലും, എവിടെയാണ് ഇയാളുടെ ചതി ഞാൻ കാണാതെ പോയത്, വേദനിപ്പിച്ച് രസിച്ച് ഒരിക്കൽ ശരിയാകും എല്ലാം എന്ന വിശ്വാസം ചില്ല് ഗ്ലാസ് പോലെ അന്ന് വീണുടയും. പൊട്ടിച്ചിതറുന്ന ഹൃദയത്തോടെ അലറി കരഞ്ഞ രാത്രി മുഴുവൻ ഇര വേട്ടക്കാരനെ തേടുമ്പോൾ പുതിയ മേച്ചിൽപ്പുറങ്ങളിൽ തന്റെ അടുത്ത ഇരയുടെ മനസ്സിൽ തന്നെക്കുറിച്ചുള്ള മതിപ്പ് വാനോളം ഉയർത്തി വയ്ക്കാനുള്ള തിരക്കിലാകും വേട്ടക്കാരൻ. ഇനിയാണ് യാഥാർത്ഥ്യത്തിലേക്ക് മടങ്ങി വരേണ്ടത്. രണ്ടാം പിറവി. ഇരയുടെ മാനസികാവസ്ഥ നമുക്കൊന്ന് നോക്കാം. സ്ട്രെസ്, ടെൻഷൻ, പെയിൻ ഒന്നും ഊഹിക്കാൻ പറ്റാത്ത അത്ര വലുതായിരിക്കും ഇരയുടെ വേദന, അല്ലെ? ഒറ്റ ദിവസം കൊണ്ട് അവരുടെ ലോകം മുഴുവനായി ഇടിഞ്ഞു വീണ് തരിപ്പണമായി മുന്നിൽ കിടക്കുകയാണ്. ഇപ്പോൾ അവർക്ക് അവരുടെ ലൈഫിനെ കുറിച്ച് ഓർക്കാനേ പറ്റില്ല. ഇപ്പോൾ അവർക്ക് അവരുടെ ശരീരത്തെക്കുറിച്ചോ മാനസിക ആരോഗ്യത്തെക്കുറിച്ചോ ഓർക്കാൻ പറ്റില്ല. മുന്നിലുള്ള ഒരു പോസിറ്റീവ് കാര്യങ്ങൾ അപ്പോൾ അവർക്ക് കാണാൻ പറ്റില്ല.
എന്ത് ചെയ്യണം, എങ്ങനെ മുന്നോട്ട് ഒറ്റയ്ക്ക് പോകണം എന്നുള്ളതിനെ കുറിച്ച് യാതൊരു പരിഹാരവും മനസ്സിൽ തെളിഞ്ഞു വരില്ല. ഇരുട്ടും മാറാലിയും ചുറ്റോട് ചുറ്റും വവ്വാലുകളുടെ ചിറകടി ശബ്ദം മാത്രമുള്ള ഒരു ഗുഹയിൽ ഒറ്റപ്പെട്ട് ഒരു തരി വെട്ടത്തിനായി കരയുന്ന ഒരു ബാലികയെ പോലെ അവൾ ഏങ്ങി കരയും. നഷ്ടപ്പെടുത്തിയ സമയം, ധനം, സ്നേഹിച്ച വിശ്വസ്തത, ചെയ്തു കൊടുത്ത കാര്യങ്ങളുടെ മാനുഷിക അധ്വാനം എല്ലാം വേദനയുടെ തിരമാലകൾ പോലെ ഒന്നൊന്നായി കയറി വരും. ചിന്തകളുടെ ഭാരം കൊണ്ട് അവൾ ഹൃദയം പൊട്ടി പൊട്ടി കരയും. ആരെന്ത് പറഞ്ഞാൽ ആ ദിവസങ്ങളിൽ സമാധാനം കിട്ടില്ല. എന്നാൽ ഇനിയാണ് മൂന്നാം പിറവി, മൂന്നാം ഘട്ടം. ഏങ്ങി കരയുന്ന ഒരു പിഞ്ചു മനസ്സുള്ള സ്ത്രീയിൽ നിന്ന് കരുത്തിന്റെ പ്രതീകമായി, ആത്മശക്തിയുടെ അവതാരമായി മൂന്നാമതായി പിറവിയെടുക്കേണ്ട സമയം വന്നു കഴിഞ്ഞിരിക്കുന്നു. ഓരോ സ്ത്രീക്കും ഒരായുസിൽ 3 പിറവിയുണ്ടല്ലേ. ആദ്യ പിറവി അനുഭവിക്കുന്ന ജീവിതം, രണ്ടാം പിറവി അനുഭവിക്കേണ്ടി വരുന്ന ജീവിതം, മൂന്നാം പിറവി അനുഭവിക്കാൻ തീരുമാനിക്കുന്ന ജീവിതം. ഇനി മൂന്നാം പിറവിയുടെ സമയമായി. ഇത്ര നാൾ പെയ്തതും നനഞ്ഞതുമായ സംഘർഷങ്ങൾ, വേദനകൾ, ഓർമ്മകൾ, ഇനി അവയെല്ലാം മറക്കേണ്ടതും ഉണക്കേണ്ടതും നമ്മുടെ മാത്രം കടമയാണ്. നമ്മൾ ഹീൽ ചെയ്യുക എന്നത് നമ്മുടെ മാത്രം കർത്തവ്യമാണ്. ഇത്രയധികം വേദന തന്നു പോയ ഒരാൾ ഇനി അതിന് തയ്യാറാകില്ല. സ്നേഹം, കർത്തവ്യബോധമുള്ള ഒരു പുരുഷനും അവന്റെ സ്ത്രീയുടെ കണ്ണിൽ നിന്ന് കണ്ണീരിന് പകരം ചോരപ്പുഴ ഹൃദയം പൊട്ടി ഒഴുകാൻ സമ്മതിക്കില്ലായിരുന്നു. ആ തിരിച്ചറിവിൽ നിന്ന് നമ്മൾ സ്വയം എണീക്കണം. ജീവിതം ഇങ്ങനെയൊക്കെയാണ്. നിങ്ങൾക്കറിയാമോ, ഒരു മനുഷ്യനെ നമ്മൾ അതിയായി സ്നേഹിച്ചിരിക്കാം ഒരിക്കൽ. എന്നാൽ പോലും അവരെ ഇനി വേണ്ട എന്ന് വെച്ച് പൂർണ്ണമായി ഉപേക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നറിയാമോ? സ്നേഹം കൊണ്ടുണ്ടായ വേദനകൾ കൊണ്ടാണ്. സ്നേഹം നിരന്തരമായ മെന്റൽ ട്രോമകളും വേദനകളും നമ്മളിൽ നിന്നുള്ള പണവും സമയവും അധ്വാനവും അപകരിച്ചിട്ട് വീണ്ടും വീണ്ടും കരയിക്കുന്നതല്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഏത് സ്ത്രീയും ഇനി അത് വേണ്ട എന്ന് വയ്ക്കുന്നത്. ടോക്സിക്കായി നമ്മളെ വേദനിപ്പിച്ചു പോയ വ്യക്തിയിൽ യാതൊരു ചലനവും ഈ തീരുമാനം കൊണ്ട് ഉണ്ടാകില്ല. മാത്രമല്ല, പുതിയ എരിയുടെ ചോര ഊറ്റിക്കുടിക്കാൻ തുടങ്ങിയ ത്രില്ലിൽ അയാൾക്കിനി യാതൊരു താല്പര്യം തോന്നുകയുമില്ല. അത്രയും അസ്വസ്ഥത ഉണ്ടാക്കിയ വർഷങ്ങൾ കിടന്ന് വെന്ത പ്രഷർ കുക്കറിൽ നിന്ന് നമ്മൾ പുറത്തു കടക്കാൻ ശ്രമിക്കുന്ന മൂന്നാം പിറവി അത്ര എളുപ്പമാകില്ല. നിങ്ങൾ നിങ്ങളെ കൈപിടിച്ച് എണീപ്പിക്കുകയാണ്. നിങ്ങളുടെ ചിരിയും സന്തോഷവും മാഞ്ഞുപോയ സ്വപ്നങ്ങളും എല്ലാമുള്ള ആ സ്ത്രീയെ നഷ്ടപ്പെട്ടു പോയ കാട്ടിൽ നിന്ന് സ്വയം തിരഞ്ഞ് കണ്ടുപിടിച്ചിരിക്കുന്നു. ഇനി കാട്ടിലെ ഇരുട്ടിൽ നിന്ന് താഴ്വാരത്തിലെ ഇളവെയിലിലേക്ക് നിങ്ങൾ തന്നെ അവളെ കൈപിടിച്ച് കൊണ്ടുവരണം. ഇനിയുള്ള ദിവസങ്ങൾ ഉറക്കം പോകും, ഓർമ്മകൾ വന്ന് തിരയടിക്കും, വേലിയേറ്റവും വേലിയിറക്കവും ഉണ്ടാകും മനസ്സിൽ. കരഞ്ഞ് തളർന്ന കണ്ണിൽ തിരിച്ചു പോയാലോ അയാളിലേക്ക് എന്ന ചോദ്യം കടന്നു വരും. വീണ്ടും യാചനയുമായിട്ട് പുറകെ പോയാലോ എന്നുള്ള ചോദ്യം കടന്നു വരും. എന്നാൽ ഉറക്കം പോകട്ടെ, ഓർമ്മകൾ വന്ന് തിര തല്ലിക്കോട്ടെ, വേലിയേറ്റവും വേലിയിറക്കവും പ്രക്ഷുബ്ധ കടലിന്റെ കുങ്കാര ശബ്ദം ഉണ്ടായിക്കോട്ടെ. കരയാൻ വിടുക കണ്ണുകളെ, ആവോളം കരയുക. എന്നാലും തിരിച്ചു പോകരുത്. ഒരാഴ്ച, 2 ആഴ്ച, 3 ആഴ്ച, 4ാമത്തെ ആഴ്ചയിൽ അയാളെ ഒരു സാധാരണക്കാരനായി നിങ്ങളുടെ മനസ്സും ഹൃദയവും ഉൾക്കൊള്ളാൻ പാകപ്പെട്ടിരിക്കും. ചിന്തിക്കാനുള്ള ശക്തി തിരിച്ചു വന്നു തുടങ്ങും നിങ്ങളുടെ ഹൃദയത്തിന്. അപ്പോൾ മുതൽ നമ്മൾ ചുറ്റും നോക്കും. നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മളെ സ്നേഹിക്കുന്നവരെ കാണും. സമാധാനം, സന്തോഷം, ദിശാബോധം, പോസിറ്റിവിറ്റി ഒക്കെ നിങ്ങൾക്ക് തോന്നി തുടങ്ങും. ഒരാൾ നമ്മളെ റിയൽ ആയിട്ട് സ്നേഹിക്കുക എന്ന് വെച്ചാൽ അവർ എപ്പോഴും കൂടെ ഉണ്ടാകും എന്നുള്ള തിരിച്ചറിവ്, അതിന്റെ ധൈര്യം, ആ തോന്നലല്ലേ സത്യം എന്ന് മനസ്സിലായി തുടങ്ങും. ശരിക്കുമുള്ള സ്നേഹം എന്താ എന്ന് പതിയെ നമുക്ക് മനസ്സിലായി തുടങ്ങും എന്നർത്ഥം. യഥാർത്ഥ സ്നേഹം നമ്മളെ വേദനിപ്പിക്കുന്നില്ല. എന്തു വന്നാലും അത് നമ്മളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന തിരിച്ചറിവ് ഒരു പുതിയ ഉൾക്കാഴ്ച നമ്മളിൽ നിറയ്ക്കും. രാവും പകലും അനുഭവിച്ച ഉത്തരമില്ലാത്ത അസ്വസ്ഥതയല്ല സ്നേഹം. അത് അടുത്തായാലും അകലെ ആയാലും എന്നും കൂടെ ഉണ്ടാകും എന്നുള്ള നമ്മുടെ തന്നെ മനസ്സിന്റെ ധൈര്യമാണ് എന്ന് മനസ്സിലാകും. അങ്ങനെയുള്ളവർ ചുറ്റും ഉണ്ടായിട്ടേ കാര്യമുള്ളൂ എന്ന ബോധം വരും നമുക്ക്. അത്തരം ഒരു ബോധം പകർന്നു കിട്ടാത്തിടത്തോളം ആ ബന്ധമല്ല, ബന്ധനം മാത്രമാണ്. ഇനി എത്രയൊക്കെ ഞാൻ അയാളെ ഒരിക്കൽ സ്നേഹിച്ചിരുന്നു എങ്കിൽ പോലും ഇത്രയും വൈകാരികമായ വേലിയേറ്റവും വേലിയിറക്കവും ഭൂകമ്പ സമാനമായ പ്രക്ഷുബ്ധമായ ഒരു അലറുന്ന കടൽ പോലെയുള്ള ബുദ്ധിമുട്ട് അത് ഞാൻ അർഹിക്കുന്നില്ല, അതല്ല എനിക്ക് അവകാശപ്പെട്ടത് എന്ന ഉൾബോധം നമ്മുടെ മൂന്നാം പിറവിയുടെ നെടുംതൂണാകും. അവിടെ മുതൽ നിങ്ങൾ തിരിഞ്ഞു നടക്കുക. നിങ്ങളുടെ ഉൾബോധത്തിൽ നിങ്ങൾ തിരിഞ്ഞു നടക്കുക തന്നെ വേണം. വളരെ ടോക്സിക് ആയുള്ള വ്യക്തിയുടെ കൂടെ നമ്മുടെ ഈ ഒരു കുഞ്ഞു ജീവിതം മുഴുവൻ ജീവിച്ച് വേദനിച്ച് വിഷമിച്ച് തീർത്തു കളയുന്നതിൽ ഒരു അർത്ഥവുമില്ല. ഉള്ള ജീവിതം സമാധാനമായി സന്തോഷമായി നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ ചുറ്റും പോസിറ്റീവായിട്ടുള്ള ആളുകളെ കൊണ്ട് നിറച്ച് ആ ഒരു രീതിയിൽ ആ ഒരു ഏകാന്തതയിലും സന്തോഷം കണ്ടെത്തി ജീവിക്കുന്നതാണ് ഏറ്റവും ശരിയായ മാർഗം. ഒരാളെ സ്നേഹിച്ചു പോയതിന്റെ പേരില്, വിശ്വസിച്ചു പോയതിന്റെ പേരില് 10 കൊല്ലം നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഒരു സ്ത്രീയാണ് ഇന്നലെ എന്നോട് സംസാരിച്ചത്. എന്നെ കൊണ്ട് പറ്റുന്ന അത്രയും ഞാൻ അവരെ സമാധാനിപ്പിച്ചിട്ടുണ്ട്. ആത്മഹത്യയുടെ അറ്റത്ത് നിൽക്കുന്നവരെ
എനിക്കറിയത്തില്ല എന്ത് സംഭവിക്കുമെന്ന്. ഇനിയിപ്പം ബാക്കിയുള്ള ദിവസങ്ങളിൽ ഞാൻ അവരോട് സംസാരിക്കും. നമുക്ക് അവരെ തിരിച്ചു ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അതിനുള്ള മാക്സിമം കാര്യങ്ങൾ ഞാൻ ചെയ്യും. ഓൾറെഡി കൗൺസിലിങ്ങിന് പറ്റുന്നവരുടെ സൈക്കോളജിസ്റ്റുകളുടെ നമ്പറുകളും ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അവർക്ക് എനിക്കറിയാവുന്ന നല്ലതായിട്ട് കൗൺസിലിംഗ് ചെയ്യുന്നവരുടെ ഒക്കെ നമ്പറുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവരവിടെ കോൺടാക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പലർക്കും ഉണ്ടാവും ഇത്തരം ജീവിതാനുഭവങ്ങൾ. തകർന്ന് തരിപ്പണമാവോ പോകുമ്പോൾ നമുക്ക് ആദ്യം തോന്നുക മരിച്ചു കളഞ്ഞേക്കാം എന്നുള്ളതാണ്. വെറും ടോക്സിക് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് വേണ്ടി മരിച്ചു കളയേണ്ടതല്ല. നമുക്ക് സുന്ദരമായി ലോകത്തിൽ ജീവിക്കാൻ കിട്ടിയ ഒരു അവസരമാണ്. അതങ്ങനെ ഏതോ ഒരു ടോക്സിക് ആയിട്ടുള്ള വ്യക്തിക്ക് വേണ്ടിയിട്ട് മരിച്ചു കളയാന്ന് പറയുന്നത് പോലെ അബദ്ധം വേറെ ഒന്നുമില്ല. എന്ത് വന്നാലും നമ്മൾ മുന്നോട്ട് തന്നെ പോകണം എന്നുള്ള ആ ഒരു രീതിയിൽ മാത്രം ചിന്തിക്കുക. അല്ലാതെ ആത്മഹത്യയോ ഒന്നുമല്ല ഒന്നിനും പരിഹാരം. നമ്മൾ അവരെക്കുറിച്ച് ആലോചിച്ച് അവരെക്കുറിച്ച് കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പുച്ഛമാണ് തോന്നുക. ഈ വ്യക്തിയെ എന്തിനു ഞാൻ ഇതിനോർത്ത് വിഷമിക്കണം എന്നുള്ള പുച്ഛമാണ് നമുക്ക് അവരോട് തോന്നുക. അപ്പൊ ഇത്രയും ഞാൻ പാക്ക് ചെയ്ത് ഇന്ന് ഞാൻ ഇത്രയും അയക്കുന്നുള്ളൂ. ബാക്കിയുള്ളത് ഇനി നാളെ കഴിഞ്ഞൊക്കെ ആയിട്ട് അയക്കാൻ നോക്കുക. എനിക്ക് കാരണം അത്യാവശ്യമായിട്ട് പോകേണ്ട ടൈം ലിമിറ്റ് ഉള്ള 1-2 കാര്യങ്ങളുണ്ട്. അപ്പൊ അവിടേക്ക് എത്തിപ്പെടണം. പ്ലസ് നമുക്ക് പിന്നെ പോസ്റ്റ് ഓഫീസിലാണെങ്കിലും കൊറിയർ നേരത്തെ എത്തിച്ചാലാണ് അവർക്ക് ഇന്നത്തെ ബാച്ചിൽ വിടാൻ പറ്റുള്ളൂ. അപ്പൊ അത് അവർ പറഞ്ഞിട്ടുണ്ട് 12 മണിക്ക് മുമ്പെങ്കിലും എത്തിക്കണം എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അപ്പൊ ഞാൻ പെട്ടെന്ന് പെറ്റ്സിന് ഫുഡ് കൊടുത്തു. ഇനിയിപ്പം ഇതും പാക്ക് ചെയ്തു. ഇനിയിപ്പോ നേരെ പോവാണ്. ഓട്ടച്ചേട്ടൻ വരും. അപ്പൊ അത് പോയിട്ട് എല്ലാ കാര്യങ്ങളും നടത്തിയിട്ട് വരട്ടെ. എന്നിട്ട് നമുക്ക് ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാൻ കൂട്ടുകാരെ. ഇനിയിപ്പോ വന്നിട്ട് ഞാൻ ഷൂട്ട് ചെയ്യുന്നില്ല. ഞാൻ എല്ലാം ക്ലീൻ ഒക്കെ ചെയ്ത് പിന്നെ വൈകുന്നേരത്തിന് ഡിന്നറൊക്കെ ഉണ്ടാക്കണം. നാളത്തേനുള്ള കൊറിയറിന്റെ ലിസ്റ്റ് ഒക്കെ എടുക്കണം. അതിന്റെ ഇടയ്ക്ക് തുണിയൊക്കെ മടക്കി വെക്കണം. പിന്നെ എന്താ തുണി അലക്കാനുള്ളത് ഇടണം. പിന്നെ പെറ്റ്സിന് ഫുഡ് കൊടുക്കണം. വൈകുന്നേരം മിറ്റടിക്കണം. പിന്നെ ഡിന്നർ പ്രിപ്പയർ ചെയ്യണം. അതിന്റെ ഇടയ്ക്ക് ഒത്തിരി മെസ്സേജ് വന്നിട്ടുണ്ടാവും. അതെല്ലാം റിപ്ലൈ കൊടുക്കണം. ഇന്ന് ഞാനൊരു വീഡിയോ ഷൂട്ട് അതുമല്ല രാവിലെ ഞാൻ എണീക്കുമ്പോ തന്നെ കണ്ണൊക്കെ എഴുതി ഒരു പൊട്ടൊക്കെ കുത്തി വൃത്തിയായിട്ട് ഇച്ചിരി സൺസ്ക്രീൻ ജെല്ലൊക്കെ ഇട്ട് ഇങ്ങനെ റെഡി ആയിട്ടിരിക്കും. പുറത്തൊന്ന് പോകണമെങ്കിൽ ആ ഡ്രസ്സ് എപ്പടി ഇപ്പൊ ഈ ഡ്രസ്സ് ഞാൻ രാവിലെ ഇട്ടതല്ലേ ഇതേപ്പടി തന്നെ ഞാൻ പോകുന്നത്. എന്നിട്ട് തിരിച്ചു വരും. അങ്ങനെ ആ രീതിക്ക് അപ്പൊ ഞാൻ വീട്ടിൽ കിട്ടാൻ കുറച്ച് അത്യാവശ്യം നല്ല ഡ്രസ്സുകൾ ഇട്ടുകൊണ്ട് നടക്കും. അപ്പൊ പിന്നെ ഒരു ഡ്രസ്സ് മാറി പിന്നെ ഒരു ഒരുങ്ങി അങ്ങനത്തെ പരിപാടിയൊന്നും എനിക്കില്ല. ഞാൻ രാവിലെ നേരെ ഫുഡൊക്കെ കഴിച്ചിട്ട് മിക്ക ദിവസം പുറത്തു പോകാനുണ്ടാവും. അപ്പൊ അങ്ങനെ അങ്ങ് പോകും. ചെരുപ്പ് മാത്രം മാറ്റി അങ്ങനെ അങ്ങ് പോകും ആ രീതി. അപ്പൊ അതുകൊണ്ടാണ് എന്നെ എപ്പോഴും നിങ്ങൾ കുറച്ച് ഒരുങ്ങി കാണുന്ന വീഡിയോയിൽ രാവിലെ മുതൽ. അപ്പൊ എനിക്ക് വീഡിയോ ഷൂട്ട് പിന്നെ വീഡിയോ വരുമ്പോൾ വൃത്തിയായിട്ടിരിക്കുന്ന തന്നെയല്ലേ നല്ലത്. എനിക്കതാ ഇഷ്ടം. അതുകൊണ്ടാണ് നമ്മൾ രാവിലെ കിച്ചണിൽ കാണുമ്പോൾ പോലും നല്ല ഡ്രസ്സിൽ തന്നെ കാണുന്നത്. എപ്പോഴും കുറെ പേര് എന്നോട് വാട്സപ്പ് ചോദിക്കാറുണ്ട് ചേച്ചി ഇങ്ങനെ വീട്ടിൽ ഒരുങ്ങിയാണോ നടക്കുന്നത്. സത്യം ഞാൻ വീട്ടിൽ പൊട്ടൊക്കെ കുത്തി കണക്ക് എഴുതി അത്യാവശ്യം ഒരുങ്ങി തന്നെയാണ് ഞാൻ നടക്കുന്നത്. ബാക്കിയൊന്നും ചെയ്യത്തില്ല. പൊട്ട് തൊടും, കണ്ണെഴുതും, ലിബാം ഇടും. അപ്പൊ തന്നെ നമ്മളെ ഒരു ഒരുങ്ങിയ ഫീലൊക്കെ കിട്ടും. പിന്നെ ഇപ്പൊ പുറത്ത് പോകാനുള്ള ദിവസം ഞാൻ രാവിലെ സൺസ്ക്രീൻ ജെല്ലും കൂടി അങ്ങ് തേച്ചേക്കും. അപ്പൊ പിന്നെ അതിനായിട്ടൊരു സമയം ഇനി ഒരുങ്ങാൻ വേണ്ടിയിട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ നേരെ സാധനമൊക്കെ എടുത്തിട്ട് നേരെ നമുക്കങ്ങ് പോകാലോ. അങ്ങനെയാണ്. പോകുമ്പോൾ വെച്ച് സ്പ്രേ അടിക്കും. അതാണ് ചെരുപ്പ് മാറ്റി. ഇത്രയേ ഉള്ളൂ നമുക്ക്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ തിരിച്ചു വന്നിട്ട് നമുക്ക് കുറച്ച് കെയർ എനിക്ക് എക്സസൈസ് ചെയ്യണം. പിന്നെ നമ്മുടെ ബ്യൂട്ടി ഓയിൽ വന്നു കഴിഞ്ഞിട്ട് ഞാനിപ്പോ ക്ലീനിങ്ങിനൊക്കെ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ നമ്മുടെ ബ്യൂട്ടി ഓയിൽ എടുത്തിട്ട് മുഖത്ത് തേച്ച് നന്നായിട്ട് മസാജ് ചെയ്ത് അങ്ങനെ വിടും. എന്നിട്ടാണ് ക്ലീനിങ് ഒക്കെ. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് എന്തായാലും കുളിക്കുമല്ലോ നമ്മള്. അങ്ങനെ കുളിക്കുമ്പോൾ കൂടെ പിന്നെ ഹെയർ ഓയിലും ചില സമയത്ത് ഞാൻ തേക്കും. താരനൊക്കെ പോയിക്കോളും. നന്നായിട്ട് ഹെയർ നല്ലൊരു തിക്കായിട്ട് വളർന്നോളൂ. അതിന് വേണ്ടിയിട്ടുള്ള ഹെയർ ഓയിൽ നമ്മുടെ അടുത്തുണ്ട്. അപ്പൊ അതും തേക്കും. മുഖത്തെ ഓയിലും തേക്കും. എന്നിട്ടാണ് ഞാൻ ക്ലീനിങ് ഒക്കെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയാണ്. പിന്നെ ചിലപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ കുറച്ച് കസ്തൂരി മഞ്ഞളൊക്കെ ഇടയ്ക്കിടുന്നത്. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ കഴുകളി ആ രീതിയാണ്. അപ്പൊ ബ്യൂട്ടി കെയറിനൊന്നും ഒരു കുറവും വരുത്താൻ പാടില്ല. നമ്മള് ആ കൂടെ എനിക്ക് വൈകുന്നേരം എക്സസൈസ് ചെയ്യണം. അങ്ങനെ സെൽഫ് കെയറും ഉണ്ട്. ആ കൂടെ ബാക്കിയുള്ള ജോലികളും എല്ലാം നടക്കണം. അങ്ങനെയാണ്. പിന്നെന്ന് വെച്ചാൽ ഒരു സമാധാനമുള്ള ഇപ്പൊ നമുക്ക് ഇന്ന് വയ്യ ഓക്കെ നാളെ കൊറിയർ കിട്ടാൽ മതി അങ്ങനെ നമുക്ക് ചിന്തിക്കാമല്ലോ. നമ്മളിപ്പോ ഒരു വേറെ സ്ഥാപനത്തിൽ പോയി ജോലി ചെയ്യണമെങ്കിൽ നമുക്ക് അത് പറ്റത്തില്ലല്ലോ. അശുമ്പച്ചൊക്കെ രാവിലെ ഇപ്പം ഇങ്ങനെ ടെൻഷൻ അടിച്ച് എണീറ്റ് വേഗം ഇന്നൊക്കെ കണ്ട ചായയൊക്കെ കുടിക്കാതെ ബ്രെഡ് മാത്രം തിന്ന് ഓടുന്ന കാണുമ്പോ പക്ഷെ ഭയങ്കര എൻജോയ് ചെയ്താട്ടോ അവിടെ ജോലി ചെയ്യുന്നത്. അവന് ഭയങ്കര ഹാപ്പിയാ. വിദേശത്തൊക്കെ പോകണമെന്നാണ് അവന്റെ ആഗ്രഹം. അപ്പൊ അത് എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ പോകുമ്പോൾ അങ്ങ് പോകും. അതുവരെ അവനിവിടെ ഹാപ്പിയാ. അങ്ങനെയൊക്കെ ഒരു എക്സ്പീരിയൻസും ആവുമല്ലോ അങ്ങനെ. അപ്പൊ അങ്ങനെ അപ്പൊ ഞാനിങ്ങനെ പറയും എടാ ഇതുപോലെ 10-16 കൊല്ലം ഞാൻ ടെൻഷൻ അടിച്ചതാ. 16 കൊല്ലം അവിടെ 5 വർഷം നാട്ടിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. ഇത്രയും വർഷം ഞാൻ ഇതുപോലെ 6 മണിക്ക് ടെൻഷൻ അടിച്ചപ്പോ മോന് മനസ്സിലായില്ല എന്നൊക്കെ ഞാൻ അവനെ കളിയാക്കൂട്ടോ. അത് ശരി. അപ്പൊ അങ്ങനെ ഒരു ടെൻഷനും സ്ട്രെസ്സും ഇല്ലല്ലോ നമുക്ക് ഇഷ്ടമുള്ളപ്പോ എണീറ്റ് അപ്പൊ അതൊക്കെ ചെയ്താൽ മതി. ഇനിയിപ്പോ ഇന്ന് തീരെ വയ്യാന്ന് തോന്നിയാൽ ഇന്നങ്ങ് മടുപ്പ റെസ്റ്റ് എടുക്കണം വല്ല സിനിമയും കണ്ട് കുത്തിയിരിക്കണം തോന്നിയിട്ടുണ്ടെങ്കിൽ ഓക്കെ നമുക്ക് കൊറിയർ നാളത്തേന് മാറ്റി വെച്ച് നമ്മുടെ ജോലികൾ ഇപ്പോ ക്ലീനിങ് ആണെങ്കിൽ നാളത്തേന് മാറ്റി വെച്ച് അച്ഛനോടാണെങ്കിൽ എന്തെങ്കിലും ഫുഡ് മേടിച്ചോണ്ട് വളാന്ന് പറഞ്ഞാൽ അവൻ പാവം അവനങ്ങ് മേടിച്ചോണ്ട് വന്നുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ ഹോം ഡെലിവറി സൗകര്യങ്ങളൊക്കെ അടുത്തടുത്തുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ പറ്റും നമുക്ക്. അതാണ് ഞാൻ ജീവിതത്തിൽ ഏറ്റവും സമാധാനമായിട്ട് നവഡേയ്സ് കാണുന്നത്. കുറച്ച് പൈസക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്ത് പുറത്തു പോകുന്ന ജോലിയും നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ജോലി തമ്മിൽ ആയാടും പോലത്തെ വ്യത്യാസമുണ്ട്. എത്ര ടെൻഷൻലെസ് ആണെന്നറിയോ. അങ്ങനെ ഒത്തിരി
ഒത്തിരി കാലം ഇങ്ങനെ ടെൻഷനും റിസ്ക്കും സ്ട്രെസ്സും എടുത്തെടുത്തെടുത്ത് എന്റെ ബ്രെയിനൊക്കെ ഇങ്ങനെ ഫോഗായിട്ട് ഇങ്ങനെ എന്താ പറയാ പൊട്ടിത്തെറിക്കാനായിരുന്നു. അങ്ങനെ ടെൻഷനായിട്ട് ഞാൻ അവിടെ നിർത്തിപ്പോന്നെ ആക്ച്വലി. പിന്നെ കുറെ പേരിനോട് ചോദിക്കും എന്തിനാ ഈ നല്ല പ്രായത്തിൽ തന്നെ നിർത്തിപ്പോണേ, അവിടെയാണെങ്കിൽ 69 വയസ്സ് 59 വയസ്സൊക്കെ ഉള്ളവരൊക്കെ ഉണ്ട്, എന്തിനാ ഇത്ര നല്ല പ്രായത്തിൽ തന്നെ നിർത്തി പോകുന്നതെന്ന് കുറെ പേര് ചോദിക്കും. കുറേയും കൂടിയൊക്കെ പൈസയൊക്കെ സമ്പാദിച്ചിട്ട് പോയപ്പോൾ പക്ഷെ നമുക്ക് ആ സ്ട്രെസ് താങ്ങാൻ വയ്യ, അതാണ് മടുത്തു. പിന്നെ കൊച്ചിനെ ഉപേക്ഷിച്ചിട്ടുള്ള ആ ഒരു ലൈഫ് അത് ഞാൻ മടുത്തു. അപ്പൊ അതുകൊണ്ട് രണ്ടും കൊണ്ടാണ് ഞാൻ തിരിച്ച് ജീവനം കൊണ്ട് ഓടിയെന്ന് പറയാം. അതുപോലെ ഞാൻ രക്ഷപ്പെട്ട് ഓടിപ്പോയത്. തിരിച്ചു വരുമ്പോ എനിക്ക് 3 ആഗ്രഹങ്ങളേ ഉള്ളൂ. ഞാൻ എല്ലാവരോടും ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ, എന്റെ ഫ്രണ്ട്സിനോടും എനിക്ക് വേണ്ടപ്പെട്ടവരോട് എപ്പോഴും ഞാൻ പറഞ്ഞോണ്ടിരിക്കും കേട്ടോ, എനിക്ക് നല്ല കട്ടിയുള്ള ഒരു കിടക്ക വേണം. കാരണം ഇത്രയും വർഷങ്ങൾ ഈ ഹോസ്റ്റലിൽ അത്ര നല്ല കിടക്കുന്നല്ല, ഇച്ചിരി ഒരാൾക്ക് മാത്രം കിടക്കാനുള്ള അങ്ങനെ ഈ കിടക്കെ കിടന്ന് മടുത്തു നമ്മള്. അപ്പൊ ഞാൻ പറയാം എനിക്ക് നല്ല കട്ടിയുള്ള ഒരു വലിയ കിടക്ക വേണം, ഒന്ന് വിശദമായിട്ട് കിടക്കാൻ എനിക്കൊരു കിടക്ക വേണം വലിയത്. പിന്നെ എനിക്ക് നല്ലൊരു TV വേണം, എനിക്ക് TV കാണാൻ എന്റെ ബെഡ്റൂമിൽ തന്നെ എനിക്കൊരു TV വേണം. എനിക്ക് ആ കിടക്കയിലൊന്ന് കിടന്ന് TVയും കണ്ട് പിന്നെ എനിക്ക് നല്ല കുറച്ച് ഫുഡ് കഴിക്കണം, എന്റെ ഇഷ്ടപ്പെട്ട കുറച്ച് ഫുഡുകളുണ്ട്. എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ ഈ ഹോസ്റ്റലിലെ ആദ്യത്തെ വർഷങ്ങളൊക്കെ ഞാൻ ഈ പ്രീ ഡിഗ്രി സമയത്തൊക്കെ ഹോസ്റ്റലിൽ നിൽക്കുമ്പോ എന്റെ ദൈവമേ ഫുഡിന് വേണ്ടി കൊതിച്ചിട്ടുണ്ട്. ബെല്ലടിക്കുകയോ ചെയ്യണം അവിടെ കേട്ടോ. ബെല്ലടിക്കുമ്പോഴത്തേക്ക് എല്ലാരും കൂടി മാരത്തോൺ ഓട്ടോ, അങ്ങനെ വിശന്നിട്ടാ കൂടുന്നത് ശരിക്കും പറഞ്ഞാൽ. പിന്നെ ആദ്യം ചെല്ലുന്നവർക്ക് ചിലപ്പോൾ തീർന്നു പോകും ചായയൊക്കെ, അതിന് വേണ്ടിയിട്ട് ഓട്ടോ അവനവന്റെ ഗ്ലാസ് എടുത്തിട്ട് സ്റ്റീൽ ഗ്ലാസ് എടുത്ത് ഓടിയിട്ട് പോയിട്ട് ക്യൂ നിൽക്കണം. വലിയ ക്യൂ നിൽക്കുമ്പോൾ വലിയൊരു ടംബ്ലറിൽ അവരിങ്ങനെ ചായ വെച്ചിട്ടുണ്ടാവും. ആ ചായക്കൊക്കെ ഭയങ്കര രുചിയാട്ടോ. രുചി എന്ന് വെച്ചാൽ പാലും പഞ്ചസാരയും ഒക്കെ ഉള്ളതുകൊണ്ടല്ല, ഈ കിട്ടാതെ കിട്ടുമ്പോ പകുതി ദിവസം നമുക്ക് ചായ തീർന്നു കിട്ടത്തില്ല. അപ്പൊ ആ ചായക്കൊക്കെ കൊത്തിയാ പിന്നെ ആകെ 2 കുഞ്ഞ് ഇഡ്ഡലി ഉണ്ടാവും, ഒരു ഇച്ചിരിയും സാമ്പാറോ അല്ലെ ഇച്ചിരിയും ചട്നി ഉണ്ടാവും. നമുക്ക് വിശന്നിട്ട് പോയാൽ നമുക്ക് ഇതും കഴിച്ചിട്ട് കോളേജിൽ പോയിരിക്കും കേട്ടോ. പ്രീ ഡിഗ്രിയിൽ മുതൽ ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ ഹോസ്റ്റലില്ല അങ്ങനെ. അപ്പൊ എന്റെ ദൈവമേ ഫുഡിന് വേണ്ടി കൊതിച്ചു ചോദിച്ചാൽ നല്ല പ്രായത്തിൽ മുഴുവൻ നമ്മൾ ഏറ്റവും നന്നായിട്ട് തുടുത്ത് വളർന്നിരിക്കേണ്ട സമയമാണ് 15 വയസ്സ് മുതൽ ഒരു 18 വയസ്സ് വരെ അല്ലെ. ആ സമയത്ത് നമുക്ക് നല്ല ഫുഡ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ തീർന്നു. ഭാഗ്യത്തിന് എനിക്ക് 10ാം ക്ലാസ് വരെ നല്ല ഫുഡ് കിട്ടിയത് കൊണ്ട് ഞാൻ പിടിച്ചു നിന്നു പറയാം. അതേപോലെ എന്റെ ദൈവമേ എന്തൊരു പട്ടിണി പരിവട്ടോ പറഞ്ഞു, വിശന്നിട്ട് വയ്യ. പിന്നെ ഉച്ചയ്ക്ക് വരുമ്പോ എന്തേലും ഒരു ഇച്ചിരി ചോറും കുറച്ച് ഇങ്ങനെ ഒരു ഓഞ്ചാളിച്ച് കറി എന്ന് പറഞ്ഞില്ലേ, ഒരു ആളിങ്ങ കറിയായിരിക്കും കേട്ടോ. അങ്ങനെ അതും കഴിച്ച് വിശന്ന് ഇങ്ങനെ ഇരിക്കും. അങ്ങനെയായിരുന്നു പ്രീ ഡിഗ്രി. അത് കഴിഞ്ഞ് പിന്നെ നഴ്സിംഗിന് പോയപ്പോൾ ഫുഡൊന്നും അത്ര നല്ലതല്ല കേട്ടോ. അളവ് കുറച്ചും കൂടി ഉണ്ട്, പക്ഷെ ഒരു ടേസ്റ്റും ഇല്ല, ഒന്നുമില്ല. അങ്ങനെയൊക്കെ തന്നെ ഈ പച്ചരി പോലത്തെ ഒരു ചോറും അതുപോലത്തെ ഒക്കെ അങ്ങനെയൊക്കെ നമുക്ക് മേടിക്കാൻ പറ്റുള്ളൂ. സാധനങ്ങൾ മേടിച്ച് അങ്ങനെ കൊടുക്കാൻ പറ്റുള്ളൂ നമുക്ക് മെസ്സിൽ. അങ്ങനെ അത് ഞാൻ അവിടെ മെസ് ഇൻചാർജ് കേട്ടോ. ഞാൻ പഠിച്ച അത്രയും വർഷം 4.5 വർഷം ഞാൻ അവിടെ നിന്ന വർഷങ്ങളിലൊക്കെ ഞാൻ തന്നെ ആയിരുന്നു അവിടുത്തെ മെസ്സിന്റെ ഇൻചാർജ്. പക്ഷെ നമുക്ക് തരുന്ന ലിസ്റ്റ് അനുസരിച്ച് നമുക്ക് സാധനങ്ങൾ മേടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് അങ്ങനെയൊക്കെ വൃത്തി മെനയുണ്ടെന്ന് മാത്രം. നഴ്സ് സ്കൂളിലെ ഫുഡ് കാര്യങ്ങളൊക്കെ ഫുഡൊക്കെ കണക്ക് തന്നെ, എല്ലാം കണക്കെ. വിശന്ന് അങ്ങനെ എന്റെ ദൈവം ഈ ഡ്യൂട്ടി ചെയ്യുമ്പോൾ വയറിറച്ച് ഫുഡ് കിട്ടിയില്ലേ നമുക്ക് എന്തോ ഒരു സങ്കടമോ വിഷമമോ. അങ്ങനെയാണ് നമ്മുടെ നഴ്സിംഗ് കാലമൊക്കെ. എല്ലാ നഴ്സുമാരുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്, ഹോസ്റ്റലിൽ നിൽക്കുന്ന എല്ലാവരുടെ അവസ്ഥ ഇത് തന്നെയാണ് അറിയാം. പിന്നെ നമ്മൾ നേരെ ജോലിയൊക്കെ ആയിട്ട് നടന്നപ്പം അത് അങ്ങനത്തെ ഒരു കാലഘട്ടം. അങ്ങനെ അപ്പൊ അവിടെ എന്ന് വെച്ചാൽ നമുക്ക് നാട്ടിലെ ഫുഡൊക്കെ കഴിക്കാൻ ഭയങ്കര കൊതിച്ച് കുത്തിരിച്ചോറൊക്കെ കഴിച്ച് ഇങ്ങനെ മത്തിയൊക്കെ മേടിച്ച് അങ്ങനെയൊക്കെ ഒരു ഭയങ്കര നാടൻ ഫുഡ്, നാടൻ ഇത് എന്നുള്ള ഏത്തപ്പഴമൊക്കെ തിന്നാൻ ഭയങ്കര കൊതിയായിരുന്നു. നാട്ടിൽ നിന്ന് വരുമ്പോൾ നമ്മൾ ഏത്തപ്പഴമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ നിന്ന സ്ഥലത്തൊന്നും ഏത്തപ്പഴമൊന്നും കിട്ടത്തില്ല, വെറും എന്തോ ഒരു തരം ബനാന, ഒരു ഗുണമില്ലാത്ത ഈജിപ്തിൽ നിന്ന് എവിടുന്നോ വരുന്ന ഒരു തരം ബനാന, ഒരു ഗുണമില്ലാത്തത്. അങ്ങനെയൊക്കെ എന്നിട്ട് പിന്നെ എല്ലാത്തിനും കൊതിയായിരുന്നു, ഫുഡിന് ഭയങ്കര കൊതി. നാട്ടിൽ വന്നിട്ട് എനിക്ക് പുട്ടൊക്കെ പുഴുങ്ങി തിന്നാനായിരുന്നു ഏറ്റവും കൊതി കേട്ടോ. അപ്പൊ ഞാൻ തിരിച്ചു വരുമ്പോ എപ്പോഴും പറയായിരുന്നു എനിക്കൊരു നല്ല കട്ടിയുള്ള കിടക്കയും വേണം, എനിക്ക് കിടക്കേ ഇരുന്നോണ്ട് എനിക്ക് TV കാണണം, പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഫുഡ് കഴിക്കണം, ഇത് മാത്രം മതി എന്റെ ലൈഫിൽ. അങ്ങനെ പറഞ്ഞ് ഞാൻ തിരിച്ചു വരുന്നത് കേട്ടോ. ഇപ്പൊ സത്യം പറഞ്ഞാൽ ഈ ഫെസിലിറ്റികളെല്ലാം നമുക്ക് ദൈവം സഹായിച്ച് ഉള്ളത് കൊണ്ട് നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ രാവിലെ എണീറ്റുള്ള ഡ്യൂട്ടിക്ക് പോക്ക്, ചെന്നിട്ടുള്ള ഇൻവെന്ററി എടുക്കല്, ടെൻഷൻ, റിസ്ക്, കേസ്, നിന്ന് ഇങ്ങനെ കുറെ നേരം ഒരു കാലം നിൽക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ കാലം ഇട്ട് നിൽക്കും. ഇങ്ങനെ ഡാൻസ്, ഇങ്ങനെ സ്റ്റെപ്പ് എടുത്ത് കാലിങ്ങനെ ഇട്ട് കൊടയിലും കാലുവേദന എടുത്തിട്ട് വെരിക്കോസിനെയും പിടിക്കും നമുക്ക് ഒത്തിരി അങ്ങനെ നിൽക്കുമ്പോ. ഒരു കേസ് തന്നെ 4, 5, 6 മണിക്കൂർ വരുന്നതുണ്ട്. പിന്നെ 1.5 മണിക്കൂർ 2 മണിക്കൂറിന്റെ കേസുകൾ വേറെ, ചെറിയ കേസുകൾ വേറെ, എന്തോരം കേസാ. അങ്ങനെ
എല്ലാ കേസുകളും ചെയ്യുന്ന പിന്നെ OR-ലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്, ജനറൽ OT എന്ന് പറയും. അങ്ങനെ അപ്പൊ എല്ലാ കേസുകളും എന്റെ ദൈവം. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് ഇച്ചിരി എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ നോക്കും, വീട്ടിലല്ല ഹോസ്റ്റലിൽ വന്ന് എന്തെങ്കിലും അപ്പോഴത്തേക്ക് കോള് വരും, എമർജൻസി കോള് വരും, എമർജൻസി സിസേറിയൻ എന്ന് പറഞ്ഞു. പിന്നെ അതിനൊരു 3 മണിക്കൂർ അങ്ങനെ പോകും. അങ്ങനെ എന്ന് പറയണ്ട എന്തൊരു ലൈഫായിരുന്നു. രാവും പകലും കേസിൽ മുങ്ങി ഉറങ്ങാൻ പറ്റാതെ ആ കൂടെ എന്റെ ലൈഫ് ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നു കേട്ടോ. ലൈഫിൽ ഭയങ്കരമായിട്ട് എനിക്ക് ദ്രോഹം മാത്രമേ എന്റെ ചുറ്റുപാടുള്ളവർ കിട്ടിയിട്ടുള്ളൂ. 2 ലൈഫ് അങ്ങനെ തന്നെ ഭയങ്കര അള്ളക്കിയാണ് എന്റെ ലൈഫിൽ. ഞാൻ ഒരു സ്നേഹമോ കെയറോ സപ്പോർട്ടോ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. നമ്മൾ ഏറ്റവും കൊതിച്ച് ഒരു ലൈഫിൽ വന്നിട്ട് അതില് ഏറ്റവും നിരാശയായിരുന്നു. 2 ലൈഫ് അങ്ങനെ തന്നെ. മാത്രമല്ല ആദ്യത്തെ ലൈഫ് പിന്നെ അങ്ങനെ രണ്ടാമത്തെ ലൈഫ് എന്ന് വെച്ചാൽ വേദനിപ്പിക്കാവുന്നതിന്റെ അങ്ങേയറ്റം ഞാൻ വേദനിക്കപ്പെട്ടിട്ടുണ്ട്. എന്റെ ഈ 47 വയസ്സിന്റെ ഉള്ളില് ഞാൻ വേദനിക്കാവുന്നതിന്റെ ഏറ്റവും കൂടുതൽ വേദനിക്കപ്പെട്ട ലൈഫാണ് രണ്ടാമത്തെ ലൈഫ്. അതങ്ങനെ. അപ്പൊ എല്ലാം കൊണ്ട് നമുക്ക് ആ ഒരു വശത്തെ സ്ട്രെസ്സും ടെൻഷനും അതങ്ങനെ, ബാക്കി ഒരു വശം നമുക്ക് ജോലി ഭാരം. അങ്ങനെ ഇതിന്റെ ഒക്കെ ഇടയ്ക്ക് ഞാൻ എന്നെ തന്നെ പിടിച്ചു നിർത്തുന്നത്, എനിക്ക് ഒത്തിരി നല്ല നല്ല ഡ്രീംസ് ഉണ്ടായിരുന്നു, എനിക്ക് ലൈഫിനോട് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു. എന്തൊക്കെ വന്നാലും ഞാൻ എന്താന്ന് എനിക്കറിയാം. അപ്പൊ ഞാൻ എന്റെ ലൈഫിനെ എങ്ങനെ കൊണ്ടുപോകുന്നതെന്ന് അറിയാം. ഒരാളുടെ 1 രൂപ പോലും ഞാൻ മേടിക്കുന്നില്ല, കഷ്ടപ്പെട്ട് അധ്വാനിച്ചാണ് ഞാൻ ജീവിക്കുന്നത്. എന്റെ പൈസ എല്ലാവരും മേടിച്ചെടുക്കുന്നു, എന്നിട്ട് ദ്രോഹിക്കുന്നു എന്ന് എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് മുന്നോട്ട് തുഴയാൻ ഭയങ്കര എനർജി ഉണ്ടായിരുന്നു, അന്നും ഇന്നും എന്നും. എന്തൊക്കെ എന്റെ ലൈഫിൽ എന്നെ ആരൊക്കെ ഒറ്റപ്പെടുത്തിയാലും കുറ്റപ്പെടുത്തിയാലും എന്നെ ചൂഷണം ചെയ്ത് എന്നെ പിഴിഞ്ഞെടുത്തിട്ട് പിന്നെ എന്നെ ചവിട്ടി അരച്ചിട്ടുണ്ടെങ്കിലും എല്ലാരും അങ്ങനെ കാണിക്കുന്നവരെയൊക്കെ ഞാൻ കട്ട് ചെയ്തോളാം. അത്രേ ഉള്ളൂ എന്റെ ലൈഫിൽ നിന്ന്. ഇത്രയും കാലം ഞാൻ അങ്ങനെ മുന്നോട്ട് പോയാൽ ഒരു പരിധി വരെ ഭൂമിയോളം ഞാൻ ക്ഷമിക്കും. അപ്പൊ അതില് ആ ഭൂമിയോളം ഉള്ള ക്ഷമയിൽ എന്റെ കുറെ വർഷങ്ങളും സമയവും എനർജിയും പണവും നഷ്ടപ്പെടും. ഓക്കെ, അത് പോയിക്കോട്ടെ. പക്ഷെ എനിക്ക് ഉറപ്പായിട്ട് അറിയാം, പ്രകൃതിയും ദൈവവും എനിക്ക് ഇങ്ങനെ വാരി ഇട്ട് തരുമെന്ന്. എനിക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടോ അതെല്ലാം എനിക്ക് വാരിയിട്ട് തരുമെന്ന് എന്റെ അനുഭവം അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിനെ പേടിക്കുന്നില്ല. പ്ലസ് എന്നെ ദ്രോഹിച്ചവരും വേദനിച്ചവരൊക്കെ എന്റെ കൺമുമ്പിൽ കിടന്ന് എണ്ണ വരച്ചിട്ട് ഇങ്ങനെ എഴയുന്ന ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് ആദ്യ കാലം മുതലേ. അതാണ് നമ്മൾ കർമ്മയിൽ ഞാൻ വല്ലാതെ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത്. നമ്മുടെ ധർമ്മവും നമ്മുടെ കടമയും നമ്മുടെ പ്രവൃത്തി നല്ലതാണെങ്കിൽ ബാക്കി നമ്മളെ ദ്രോഹിക്കുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ്. കടുത്ത അസൂയ, നമ്മളെ പോലെ എത്തിപ്പെടാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള കടുത്ത അസൂയ കൊണ്ടാണ് പകുതി പേര് നമ്മൾ ദ്രോഹിക്കുന്നത്, വേദനിപ്പിക്കുന്നത്. പിന്നെ അല്ലെങ്കിൽ അവരുടെ പേഴ്സണാലിറ്റി ഡിസോർഡർ, അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾ, ഇങ്ങനെ ഭയങ്കര സെക്സ് അഡിക്ഷൻ, അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ കൊണ്ടായിരിക്കും. ഇതൊന്നും നമ്മുടെ കുഴപ്പങ്ങളല്ല, നമ്മുടെ കുറ്റമല്ല. നമ്മുടെ കർമ്മം ചെയ്യാൻ, നമ്മുടെ പിന്നെ നീതിപൂർവ്വം നമ്മൾ അങ്ങ് ജീവിക്കാത്തേ ഉള്ളൂ. പക്ഷെ ഇതിന്റെ ഒക്കെ ഇടയ്ക്കും എനിക്ക് എന്റെ ചുറ്റും എത്ര നല്ല മനുഷ്യരെ എനിക്ക് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് ഒത്തിരി കെയർ തരുന്നവര്, സ്നേഹം തരുന്നവരുണ്ട്. അതിപ്പോ എന്റെ മകനായിക്കോട്ടെ, എന്റെ റിലേറ്റീവ്സ് ആയിക്കോട്ടെ, എല്ലാവരും അല്ല ഞാൻ പറയുന്നത്, ബന്ധുക്കൾ ശത്രുക്കൾ ഒത്തിരി ഉണ്ട്. എന്നാൽ അതിന്റെ ഇടയ്ക്ക് ഒത്തിരി പേര് ഉള്ളവര് ഭയങ്കര ജെന്യുവിനാ. എന്റെ ഫ്രണ്ട്സ് അങ്ങനെയൊക്കെ ഉള്ളവര് എനിക്ക് ഒത്തിരി, എന്താ പറയാ, ദൈവം നമുക്കിങ്ങനെ നൂലെ കെട്ടി ഒരേ ഏഞ്ചൽസിനെ ഇങ്ങനെ ഇറക്കി തരാന്ന് പറയില്ലേ, നമ്മുടെ ലൈഫിലെ ഒരേ സ്ട്രഗിളിന്റെ കാലത്തും എന്റെ അടുത്തേക്ക് വന്നു ചേർന്നിട്ടുള്ള കുറെ ഏഞ്ചൽസ് ഉണ്ട്. അവരെന്റെ മരണം വരെ എന്റെ കൂടെ ഉള്ളവരുമാണ്. അതാണ് ഉണ്ടാവുമെന്ന് എനിക്ക് 100% ഉറപ്പുള്ളവരാണ്. ബാക്കിയുള്ള ഈ ശത്രുക്കളായിട്ടുള്ളവർ വന്നു ചേരുന്നവരെ ഒരു പരിധി കഴിയുമ്പോൾ പ്രകൃതിയും ദൈവം നമ്മളിൽ നിന്ന് എടുത്തു മാറ്റി, അല്ലെങ്കിൽ നമുക്ക് അവരെ കട്ട് ചെയ്ത് കളയണം തോന്നും, അത്രയും നമ്മൾ അനുഭവിച്ചു കഴിയുമ്പോൾ. അപ്പൊ ആ ഒരു ഡിസിഷൻ തന്നെ ഞാൻ എല്ലാം എടുക്കാറുള്ളൂ. ആ ഡിസിഷനെ പിന്നെ ഞാൻ റിഗ്രറ്റ് ചെയ്യില്ല. ഞാൻ ഒരു വശം ഞാൻ എന്തെങ്കിലും തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണ് എന്റെ ലൈഫ്. പിന്നെ ഞാൻ കോലൊടിച്ചിടാന്ന് പറയില്ലേ, ക്രോസ. പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കത്തില്ല. പിന്നെ എന്റെ ഓർമ്മകളിൽ അവരില്ല, എന്റെ ലൈഫിൽ അവരില്ല, ഒന്നുമില്ല. എനിക്കൊരു പരിധി വരെ വേദനിക്കുള്ളൂ. വേദനിച്ച് ഞാൻ അങ്ങേ അറ്റത്തെത്തും. അതുവരെ ഞാൻ ക്ഷമിക്കും. ഓക്കെ ക്ഷമിക്കാന്ന് ഓർത്ത്. പക്ഷെ ആ എൻഡിലെത്തി, ആ ബോട്ടം ലൈനിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഒരു ഭദ്രകാളിയാന്ന് പറയാം. എന്റെ മനസ്സ് ഭദ്രകാളിയാവും. അതായത് പിന്നെ ഞാൻ വേറെ ഒരു മോഡിലേക്കാവും. പിന്നെ ഞാനത് കോലൊടിച്ചിട്ട് പിന്നെ അവരെ എന്റെ ലൈഫിൽ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞ, അത് ബന്ധുക്കളായിക്കോട്ടെ, സ്വന്തക്കാരായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, പാരന്റ്സ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ഞാൻ കട്ട് ചെയ്യാന്ന് വെച്ചാൽ കട്ട് ചെയ്ത് കളയും. പിന്നെ എന്റെ ലൈഫിൽ അവരില്ല. അങ്ങനെയാണ് എന്തൊക്കെ സംഭവിച്ചാലും. പക്ഷെ ആ ഒരു എനർജിയിലാണ് പിന്നെ ഞാൻ മുന്നോട്ട് പോകുന്നത്. അത്രയും ദ്രോഹം സഹിച്ചിട്ട് അതേ നമ്മൾ പിടിച്ചെഴുന്നേൽക്കുമ്പോൾ ഉള്ളൊരു എനർജി ഉണ്ട്, ഒരു നീതിയുടെ ഒരു എനർജി ഉണ്ട്. ആ എനർജിയാണ് നമ്മൾ പിന്നെ മുന്നോട്ട് നയിക്കുന്നത്. ആ എനർജിയിൽ നമുക്ക് പ്രകൃതി
ഒത്തിരി ഇങ്ങനെ വാരിക്കോരി. എന്റെ ലൈഫിൽ അങ്ങനെ എനിക്ക് ഓരോ ദുരിതവും ദുഃഖവും ദുരന്തവും വന്ന് അത് കഴിഞ്ഞ് റിക്കവർ ആയിട്ട് ഞാൻ മുന്നോട്ട് കഴിയുമ്പോൾ എനിക്ക് പ്രകൃതി ഇങ്ങനെ വാരിക്കോരി സ്നേഹമായിട്ടും കെയറായിട്ടും പണമായിട്ടും സൗകര്യങ്ങളായിട്ടും ബാക്കി ഫെസിലിറ്റികൾ സൗകര്യങ്ങളായിട്ടും അവസരങ്ങളായിട്ടും നല്ല മനുഷ്യരായിട്ടും ഒക്കെ എനിക്ക് പ്രകൃതിയും ദൈവം എനിക്ക് ഇങ്ങനെ വാരി വാരി ചെടിഞ്ഞ് തരാറുണ്ട്. എന്റെ ലൈഫിൽ എല്ലാ കാലഘട്ടത്തിലും അങ്ങനെയാണ്. 20 വയസ്സ് വരെ ഞാൻ സന്തോഷം എന്താന്ന് അറിഞ്ഞിട്ടുള്ളൂ. ഞാൻ ഇതിനു മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സന്തോഷം എന്താന്ന് അറിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ എന്റെ ലൈഫിൽ ഒരു ദുഃഖവും ഇല്ലാത്ത വർഷങ്ങളായിരുന്നു 20 വയസ്സ് വരെ. ഒരു രാജകുമാരിയുടെ ഒക്കെ ലൈഫ് എന്ന് പറയില്ല, അതായിരുന്നു. അത് കഴിഞ്ഞപ്പോ മുതൽ ഒന്ന് പറയണ്ട, എന്റെ മാര്യേജ് മുതൽ എന്റെ ലൈഫ് ഇങ്ങനെ എന്താ പറയാ, ഈ വാഷിംഗ് മെഷീനിലൊക്കെ ഇട്ട് ഇങ്ങനെ കറക്കത്തില്ല, അതായിരുന്നു എന്റെ അവസ്ഥ. ഇപ്പൊ വരെ ആ ഒരു രീതിയിലാണ്. എന്തിനാ നമ്മളിങ്ങനെ ഈ ഇത്രയും ദ്രോഹിക്കുന്ന നമ്മുടെ ലൈഫിൽ വരുന്നവരെന്ന് ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. എന്തിന് നമ്മളിൽ നിന്ന് സ്നേഹവും പണവും കെയറും ടൈമും എനർജിയും ശരീരവും എല്ലാം മാക്സിമം എടുത്ത് ഉപയോഗിച്ചിട്ട് പിന്നെ നമ്മളെ ഒരുമാതിരി വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് കറക്കം പോലെ അവരുടെ ആ ദുഷ്ട സ്വഭാവം മുഴുവൻ നമ്മളുടെ എടുത്തെടുക്കും. ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഒത്തിരി തകരും, വേദനയ്ക്കും വിഷമിക്കും. പക്ഷെ നമ്മൾ ഈ റിയാലിറ്റി എല്ലാം മനസ്സിലാക്കി എടുക്കുമ്പോൾ, ഇവരിങ്ങനെ ഒരു പേഴ്സൺ ആണെന്ന് മനസ്സിലാക്കി എടുക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് റിക്കവർ ആവാനുള്ള എനർജി കിട്ടും. അതുകൊണ്ട് തകർന്നു പോകാന്ന് പറയുന്നത് നമ്മുടെ നിഘണ്ടുവിലില്ല. നമ്മളെ എത്ര താഴെ വീണാലും നമ്മൾ എണീറ്റിരിക്കും. അങ്ങനെ തന്നെ ആവണം നിങ്ങളും. അതുകൊണ്ടാണ് ഞാൻ എന്റെ അനുഭവങ്ങൾ മുഴുവൻ പറയുന്നത്. ഉപദ്രവിക്കുന്നവർ ഉപദ്രവിക്കട്ടെ ഒരു പരിധി വരെ. അത് കഴിയുമ്പോ പിന്നെ അവരെ പടി അടച്ച് പിണ്ടം വെച്ചേക്കുക, അത്രേ ഉള്ളൂ. ആ ഒരു പാർട്ട് പിന്നെ നമ്മൾ ചിന്തിക്കേണ്ട. മാക്സിമം നമ്മൾ നോക്കുക, നന്നാക്കി എടുക്കാൻ പറ്റുമോ ക്ഷമിക്കുക, അതെല്ലാം ചെയ്ത് നോക്കുക. നമ്മൾ തെറ്റിദ്ധരുത്താൻ ഉപദേശിച്ചു കൊടുക്കുക, പറഞ്ഞു നോക്കുക. നമ്മുടെ വേദന നമ്മൾ എല്ലാ തരത്തിലും എക്സ്പ്രസ് ചെയ്യുക, കരഞ്ഞും വേദനിച്ചും വഴക്കുകൂടിയും ഭീഷണിപ്പെടുത്തിയും ഒക്കെ. എന്നിട്ട് നമ്മളെ വീണ്ടും ദ്രോഹാന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അവർ പക്ക ടോക്സിക് ആണ്. പിന്നെ അവര് നമ്മുടെ ലൈഫിൽ നിർത്തുന്നത് പോലെ അബദ്ധം വേറെ ഒന്നുമില്ല. അപ്പൊ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞേക്കുക, അത്രേ ഉള്ളൂ. നമ്മൾ മുന്നോട്ട് ഇനിയിപ്പൊ എത്ര ഒറ്റയ്ക്കാണെങ്കിലും ഒറ്റയ്ക്ക് തുഴയുക, അത്രേ ഉള്ളൂ. അതിന്റെ ഇടയ്ക്ക് നമുക്ക് പ്രകൃതി ഒത്തിരി സപ്പോർട്ടും കെയറും സ്നേഹവും അവസരങ്ങളും പണവും മനസമാധാനവും സന്തോഷവും ഒക്കെ കൊണ്ടുവരും. എന്റെ ലൈഫില് ഞാൻ പറയുകയാണെങ്കിൽ എന്നെ ഒത്തിരി വേദനിപ്പിച്ചിട്ട് അവര് പോയി കഴിയുമ്പോ, അവര് ഞാൻ കട്ടാക്കി കഴിഞ്ഞു കഴിയുമ്പോ പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷം സമാധാനം. കുറച്ച് നാളത്തിന് ആ ഒരു സ്ട്രഗിൾ പീരീഡ് ഉണ്ട്. ഒരു വല്ലാത്ത ഒറ്റപ്പെടലും ഏകാന്തതയും ഒരു പാനിക് അറ്റാക്കും ഒരു ഭയങ്കര ഒരു സ്ട്രഗിളും ഒക്കെ ഉണ്ട്. അതെല്ലാവർക്കും ഉണ്ടാവുമല്ലോ. എത്ര നമ്മൾ സൈക്കോളജിക്കലി ഇതാണെങ്കിലും നമ്മൾ ഒരു എന്താ പറയാ എപ്പോഴും കെയറും സ്നേഹവും പ്രൊട്ടക്ഷനും സപ്പോർട്ടും ഒക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. മനുഷ്യരല്ലേ പിള്ളേന്ന് പറയും പോലെ. അതേപോലെ ആ ഒരു പീരീഡിൽ നമ്മൾ കുറച്ച് സ്ട്രഗിൾ ചെയ്യും. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മളുടെ എനർജിയിൽ നമ്മൾ മുന്നോട്ട് പോകാൻ തുടങ്ങുമ്പോൾ, നമ്മുടെ ഒരു സെൽഫ് ലവിൽ നമ്മൾ മുന്നോട്ട് പോകാൻ തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവുക എന്തൊരു സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. ഈ എലോൺ ലൈഫ് ആണെങ്കിൽ, നമ്മളിപ്പോ ലോൺലി ആയിട്ട് നമ്മൾ ഓരോന്ന് എലോൺ ലൈഫ് ആണെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ചുറ്റും നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ കണ്ടെത്താൻ പറ്റും. സമാധാന സന്തോഷം. കാരണം ഒത്തിരി ദ്രോഹം സഹിച്ചിട്ട് പിന്നെ നമ്മൾ കിട്ടുന്ന ഒരു സമാധാന സന്തോഷം എന്ന് പറയുന്നത് വെറുതെ കിട്ടുന്ന ഒരു സമാധാന സന്തോഷത്തിനേക്കാളും 10 ഇരട്ടി ഒരു എന്താ പറയാ പോസിറ്റീവ് ആയിരിക്കും. 10 ഇരട്ടി ഒരു കനം ഉള്ളത് പോലെ തോന്നും. അത് ഭയങ്കരമായിട്ട് നമുക്ക് വീണ്ടും ആ ഒരു സന്തോഷ സമാധാനം വേണമെന്ന് നമുക്ക് തോന്നും. അപ്പൊ നമുക്ക് ലൈഫിനോട് കൂടുതൽ സ്നേഹമാണ് തോന്നുന്നത്. കൂടുതൽ നമുക്ക് എന്താ പറയാ മുന്നോട്ട് ആ കിട്ടുന്ന സമാധാന സന്തോഷം ഇനി നഷ്ടപ്പെടാതെ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ഭയങ്കര ഒരു ഹരം തോന്നും. അങ്ങനെ ഒരു ഹരത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. എന്റെ ലൈഫിലുണ്ടായ എല്ലാ സ്ട്രഗിളിൽ നിന്ന് ഞാൻ ഉയർത്തെഴുന്നേറ്റ് കഴിയുമ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര മോട്ടിവേഷനായി. ഞാൻ എന്റെ ലൈഫിൽ എന്തൊക്കെ പോസിറ്റിവിറ്റി ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം ഓരോ ദുരന്തം കഴിഞ്ഞിട്ടാ, ഏറ്റവും വേദനിക്കപ്പെട്ട് ഏറ്റവും അടിയിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഉയർത്തെഴുന്നേൽക്കുമ്പോഴാണ് എനിക്ക് പിന്നെ ഭയങ്കര എനർജി. ആ എനർജിയിലാണ് ഞാൻ കൂടുതൽ ജോലി ചെയ്യുക, കൂടുതൽ സന്തോഷമായിട്ട് ജീവിക്കുക, കൂടുതൽ സമ്പാദിക്കുക, കൂടുതൽ എന്റെ ഡ്രീംസിലേക്കൊക്കെ എത്തിപ്പെടുക. അങ്ങനെയാണ് എനിക്ക് ഓരോ സമ്പാദ്യവും സൗകര്യങ്ങളും അതും ഇതും എല്ലാം കൂടി വരുന്ന ഓരോ സ്ട്രഗിളിലും അങ്ങനെയാണ്. അപ്പൊ ഞാൻ മുന്നോട്ട് എപ്പോഴും 1 or 2 വലിയ ഡ്രീം വെച്ചേക്കും. ഇപ്പോഴും ഉണ്ട് എനിക്കൊരു വലിയ ഡ്രീം. ആ ഡ്രീമിലേക്ക് എത്തിപ്പെടാനുള്ള എനർജിയിലാണ് നമ്മൾ മുന്നോട്ട് ഓടുന്നത്. ആ ഒരു വലിയ ഡ്രീം. അങ്ങനെ നമുക്ക് എപ്പോഴും മുന്നോട്ട് കുറച്ച് നല്ല വലിയ ഡ്രീമുകൾ വേണം. ചിലപ്പോൾ നമ്മൾ എത്തിപ്പെടാതിരിക്കും. പക്ഷെ നമുക്ക് അങ്ങോട്ട് തുഴയാനുള്ള ഒരു എനർജി എന്ന് പറയുന്നത് ആ വലിയ ഡ്രീമിലേക്ക് എത്തിപ്പെടാനുള്ള. അപ്പൊ നമ്മുടെ ചുറ്റും നമ്മളെ വേദനിപ്പിക്കുന്നവരും ദ്രോഹിക്കുന്നവരും ഒറ്റപ്പെടുത്തുന്നവരും ഒക്കെ നമ്മൾ മറവിയിലേക്ക് തള്ളും. നമുക്കൊരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ ഇങ്ങനെ കുതിക്കുമായിരിക്കും. അതിൽ നിന്ന് കിട്ടുന്ന ഒരു എനർജിയാണ് എപ്പോഴും നല്ലത്. പിന്നെ നമുക്ക് എത്രയാണേലും നിങ്ങളുടെ
പിന്നെ എപ്പോഴാണെങ്കിലും ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ പ്രവൃത്തിയും ഇത് നല്ലതാണെങ്കിൽ നമ്മൾക്ക് എപ്പോഴും വന്നു ചേരേണ്ടത് വന്നു ചേരും. സന്തോഷമാണെങ്കിലും സമാധാനമാണെങ്കിലും അതുപോലെ നമുക്ക് സപ്പോർട്ടാണെങ്കിലും എല്ലാം 4 വശത്തുനിന്നും വന്നു ചേരും. അങ്ങനെ നമ്മുടെ ശക്തി തന്നെ നമുക്ക് പ്രകൃതിയും ദൈവം തെളിയിച്ചു തരുകയും ചെയ്യും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ ശരി, ഇനിയിപ്പൊ ഞാനിതെല്ലാം ഒന്ന് എണ്ണ എടുത്തിട്ട് വേണം എനിക്ക് പിന്നെ നമ്മുടെ ചാക്കിലേക്ക് ആക്കിയിട്ട് നേരെ ബെനിച്ചേട്ടനെ വിളിച്ചിട്ട് കൊറിയർ കൊടുത്തിട്ട് പിന്നെ എനിക്ക് 1-2 സ്ഥലത്ത് അത്യാവശ്യമായിട്ട് പോകാനുണ്ട്. നമുക്ക് അതെല്ലാം ചെയ്യണം. അതെല്ലാം ചെയ്തിട്ട് തിരിച്ചു വന്നിട്ട് നേരെ ഒരു ചായയും വെച്ച് കുടിച്ച്, ഞാൻ ചായ അഡിക്റ്റ് ആട്ടോ, ചായയും വെച്ച് കുടിച്ചിട്ട് നമ്മൾ അടുത്ത ഗുസ്തിക്ക് ഇറങ്ങും. അപ്പൊ ശരി, ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഞങ്ങള് ഗ്ലാസ് ബ്രിഡ്ജിൽ പോയത്. പിന്നെ അപ്പം അത് കണ്ടു നോക്കണം കേട്ടോ. ശരി, ടാറ്റാ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. ടൗണിൽ പോയിട്ട് വന്നപ്പോ പാലും ബിസ്ക്കറ്റ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വേഗം ഒരു നല്ല ചായ വെച്ചു. ചായ അഡിക്റ്റ് ആട്ടോ ഞാൻ. അപ്പൊ അത് എടുത്തു കേട്ടോ. ഞാൻ എന്തൊക്കെ ചെയ്താലും അപ്പം നമ്മുടെ പക്ഷിക്കുഞ്ഞിന് അത് വേണം, പൂച്ചക്കുഞ്ഞിനും അത് തന്നെ വേണം കേട്ടോ. എല്ലാം കഴിക്കും, ദോശ അത് ഇതും ഒക്കെ കേട്ടോ. അങ്ങനെയാണ്. അപ്പൊ എന്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കഴിക്കും, ചായ കുടിക്കും. അതാണ്. അപ്പോഴത്തേക്കും വന്ന് ഞാൻ മുഖം കഴിയാൻ പോയപ്പോ ഒട്ടന്നെ ബാത്റൂമിൽ നിന്ന് അതിന് കുളിക്കണം. അപ്പൊ അതെല്ലാം കുളിച്ചിട്ട് നനഞ്ഞ് ഉണങ്ങി ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പൊ അതിന് ബിസ്ക്കറ്റ് വേണം, അതിന് കൊടുക്കും. ഞാൻ 1-2 വർഷം കൊടുക്കും. അങ്ങനെ കൊടുക്കാവോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇതെല്ലാം മേടിച്ച് കഴിക്കും. ദോശയും അപ്പവും ഇഡ്ഡലിയും ചോറും എല്ലാം കഴിക്കും. എന്നിട്ട് ചായയും കുടിക്കും. ചായ പിന്നെ ഞാൻ കുടിച്ചു കഴിഞ്ഞിട്ട് ലാസ്റ്റ് കുറച്ച് കൊടുക്കും. അതിൽ നിന്ന് കമന്ന് കിടന്ന് അത് കുറച്ച് കുടിക്കും. അപ്പോഴത്തെ നമ്മുടെ മിലോക്കുട്ടൻ അവന് മാത്രമേ ഉള്ളൂ, എനിക്ക് അമ്മ തരൂലേന്ന് ചോദിച്ചോണ്ട് നമ്മുടെ കാലിൽ ചോട്ടിലുണ്ടാവും കേട്ടോ. മിലോയ്ക്ക് പിന്നെ ഞാൻ ചൂസ് ചെയ്തിട്ടേ കൊടുക്കുള്ളൂ. കുഴപ്പമില്ലാത്ത സാധനം കൊടുക്കും. ബിസ്ക്കറ്റും ഇതൊക്കെ കൊടുക്കും. എന്നാലും നമ്മള് ഈ ചോക്ലേറ്റ് ഉള്ള ഒന്നും കൊടുക്കാൻ പാടില്ല, ഭയങ്കര സിക്കാവും. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ലൈക്ക്, ഷെയറും കമന്റും മറക്കല്ലോ കേട്ടോ. സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ. അപ്പൊ ശരി, ടാറ്റാ.